प्यारे आका सोने आका मेरे आका सोने ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹ്. ഞാനും ഇബ്രാഹിം സഖാഫിയും ഒരേ വേദിയിൽ 2-3 തവണയായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സംഘാടകർ പറയും ദീനിൻ്റെ കാര്യങ്ങളൊക്കെ സഖാഫി ഉസ്താദ് പറയും, സൈക്കോളജിയുടെ കാര്യങ്ങൾ കുടുംബത്തിൻ്റെത് ഞാനാണ് പറയേണ്ടത്. പക്ഷേ ഞങ്ങൾ രണ്ടും പറയുമ്പോൾ തല തിരിഞ്ഞു പോകും. കാരണം ഞാൻ പഠിച്ച ദീന് വളരെ കുറവാണ്. പഠിച്ചത് മുഴുവൻ ഭൗതിക വിദ്യാഭ്യാസം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആത്മീയ വിദ്യാഭ്യാസം നേടാൻ ദർസ് പോകുന്ന കുറച്ച് കുട്ടികൾ, ഭൗതിക വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്കൂളിലും കോളേജിൽ പോകുന്ന കുറച്ച് കുട്ടികൾ, ഇവർ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോലായിരുന്നു. ഭൗതികന്മാരെന്നായിരുന്നു അന്ന് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ നാട്ടിലുള്ള ചെറിയ ഒരു നാട്ടിലെ പള്ളി ദർസിൽ പോയപ്പോൾ അന്ന് ഈ ദർസിൽ ഓതാൻ വരുന്ന കുട്ടികളെ വിളിക്കാറ് പിന്നെ വിദേശികൾ എന്നായിരുന്നു. തൊട്ടടുത്ത പഞ്ചായത്താണെങ്കിൽ അവരെ വിളിക്കുക വിദേശികൾ എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്വദേശികളും വിദേശികളും. അപ്പോൾ ഈ അത് കഴിഞ്ഞ് ഈ സൈക്കോളജി ഒക്കെ പഠിച്ച് പല സ്ഥലങ്ങളിലും പോയിട്ട് ഉസ്താദുമാരൊക്കെ ഉള്ള സദസ്സുകളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു തരും ഇതൊക്കെ ഓരോ ഹദീസാണ്. അപ്പോഴാണ് മനസ്സിലായത് സൈക്കോളജി അല്ല ശരിക്കും പഠിക്കേണ്ടത്, ദീനായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ രണ്ടായിട്ട് പറയേണ്ടതില്ല എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ആകെ പേടി ക്യാമറ. പണ്ട് പറയാറ് പടച്ചോൻ പേടിച്ചില്ലെങ്കിൽ പടപ്പിള പേടിക്കണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോ പടപ്പിള പേടിച്ചില്ലെങ്കിൽ ക്യാമറനെ പേടിക്കണ്ടെന്നുള്ള അവസ്ഥയുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് കുഴപ്പമില്ല, ഓ സമാധാനം, അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാന്ന ലൈവില്ല. ഇതെന്താ, ഞാനൊരു കുടുംബ സംഗമത്തിന് പോയിട്ട് അവര് ലൈവായിട്ട് ഒരു സാധനം യൂട്യൂബിൽ ഇട്ടു. അപ്പൊ അതില് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അക്കരെയും പറഞ്ഞിട്ട് ഇക്കരെയും പറയാൻ നടുക്ക് പറഞ്ഞ ഒരു ഉദാഹരണം മാത്രം ഒരാൾ കട്ട് ചെയ്തിട്ട് അത് അയാളുടെ ചാനലിൽ അവസാനം കുറെ ആൾക്കാർ എന്റെ കോളേജിലേക്ക് മാർച്ച് സ്ത്രീ വിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്കതുകൊണ്ട് പേടിയാണ്. ഇതിൽ ഏതാണ് സ്ത്രീ വിരുദ്ധം ഏതാണ് പുരുഷ വിരുദ്ധം എന്ന് മനസ്സിലാവാതെ തമാശയൊക്കെ പറയാൻ ക്യാമറ കണ്ട പേടിയാവാൻ തുടങ്ങി. ഓക്കെ, ഏതായാലും അവിടെ ആക്കട്ടെ. നമ്മളുടെ ഇസ്ലാമിന്റെ, ഞാൻ പറഞ്ഞില്ല, സൈക്കോളജിയും ദീനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിന്റെ ഒരു ചെറിയ ആലോചന നമുക്ക് തുടങ്ങാൻ പറ്റും. എല്ലാ മതവും മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത് ലോകത്തിറങ്ങിയ ഏത് മതമായാലും മനുഷ്യരുടെ പ്രവർത്തികളെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് സംസ്കരിക്കുക എന്ന്. അതാണ് നമ്മൾ ഇസ്ലാം മത സംസ്കാരം, ഹിന്ദു മത സംസ്കാരം, ക്രൈസ്തവ മത സംസ്കാരം എന്നൊക്കെ നമ്മൾ വിളിക്കാറ്. അപ്പൊ സംസ്കാരവും മതവും ഒരേപോലെ പോകുന്നതാണ്. വളരെ പുറകിലായിരുന്ന അല്ലെങ്കിൽ മനുഷ്യരായിട്ട് പോലും പരസ്പരം കാണാതിരുന്ന ഒരു അറബി സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ അല്ലെങ്കിൽ സംസ്കരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്ലാം മതം അതിന്റെ പ്രാധാന്യത്തോടു കൂടി വരാൻ തുടങ്ങി. അതേപോലെ ഓരോ രാജ്യത്തിൽ നിന്നും വന്ന മതങ്ങളെ അതിന്റെ നന്മകൾ കണ്ട് മനുഷ്യർ അതിലേക്ക് ആകൃഷ്ടരായിട്ടാണ് ഈ മതം വ്യാപിക്കുന്ന ഒരു സാധനം വന്നത് എന്നാണ് സയൻസ് പറയുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മതം വ്യാപിക്കാനുള്ള കാരണം. അപ്പൊ ഒരു മതം കൂടുതൽ വ്യാപിക്കുന്നുണ്ട് എങ്കിൽ ആ മതം കൂടുതൽ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നു എന്നാണ് അർത്ഥം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചില ക്രിസ്ത്യൻ പള്ളികൾ പോലും വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് സംസ്കരിക്കുന്ന ഒരു രീതി പ്രത്യേക രീതിയിലാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് സംസ്കാരം ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച സ്ഥലം ആലോചിച്ചാൽ മതി. ഏറ്റവും മനോഹരമായിട്ട് സംസ്കാരം ഉപയോഗിച്ച സ്ഥലം ശവസംസ്കാരം അല്ലേ? നമുക്ക് വേഗം മനസ്സിലാവും ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്. ശവത്തെ നിലവിലുള്ള ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറ്റുന്നതിനാണ് ശവസംസ്കാരം എന്ന് പറയുന്നത്. ഈ ശവം സംസ്കരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കാണോ ശവം സംസ്കരിക്കാത്ത കൊണ്ട് ബുദ്ധിമുട്ട്? ശവത്തിനാണോ ബുദ്ധിമുട്ട്? ഒരാൾ മരിച്ചാൽ അതിനെ സംസ്കരിച്ചില്ലെങ്കിൽ ആ മരിച്ച മയ്യത്തിനാണോ ബുദ്ധിമുട്ടുണ്ടാവുക? ജീവിച്ചിരിക്കുന്നവർക്കാണോ ബുദ്ധിമുട്ടുണ്ടാവുക? നിങ്ങളെന്താ മിണ്ടാത്ത? ഇതൊക്കെ എല്ലാവർക്കും അറിയാതെ ഉത്തരം എന്നല്ലേ? നിങ്ങൾ ഉറങ്ങിപ്പോതൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ശവത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പണിക്ക് പറയുന്ന പേരാണ് ശവ സംസ്കാരം.
അങ്ങനെയാണെങ്കിൽ ആ ശവത്തെ അങ്ങ് മാറ്റിയിട്ട് സംസ്കാരം മാത്രം എടുത്താൽ നമുക്കതിന് നിർവചനം കിട്ടും. ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവരിൽ വരുത്തേണ്ട മാറ്റമാണ് ജീവിത സംസ്കാരം എന്ന് പറയുന്നത്. വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മളെ കൊണ്ട് ഉണ്ടാവാതിരുന്നാൽ നമ്മൾ നല്ല സംസ്കാര സമ്പന്നരായി. അതിനുവേണ്ടി ഇസ്ലാം ചെയ്തൊരു കാര്യം എന്താണ് നിങ്ങൾക്ക്? ഇസ്ലാമിൽ ജീവിക്കുന്ന എല്ലാ കാര്യവും ഇബാദത്താണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം ഇബാദത്ത്. തിന്നൽ ഇബാദത്താണ്. അതിന് പ്രത്യേക ഷർത്തുണ്ട്. വലത് കൈക്ക് മുന്തിച്ചുകൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലണം, ചവച്ചരക്കണം. അതിന് ഷർത്താണ്. തിന്നു കഴിഞ്ഞാൽ കക്കൂസ് പോലെ ഇബാദത്ത്. അതിന് പ്രത്യേക ഷർത്തുണ്ട്. എല്ലാ കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോളെ ഡെന്റിസ്റ്റിന് എടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഡെന്റിസ്റ്റ് അവളോട് പറഞ്ഞു കൊടുക്കാണ്, പല്ല് തേക്കുന്നതൊന്നും പഠിക്കേണ്ട മോളെ, ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ മധ്യഭാഗത്ത് എത്തുമ്പോൾ മുകളിലേക്കും താഴേക്കും ആക്കണം, എന്നിട്ട് ഇടതുഭാഗത്തേക്ക് കൊണ്ടുപോകണം. അതാണ് ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ടുള്ള പല്ല് തേക്കൽ. ഇത് ഞങ്ങളുടെ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചതാ. പല്ല് തേക്കലിന്റെ ഷർത്തുകൾ അന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ കാണാതെ പഠിക്കുന്ന മാതിരി പല്ല് തേക്കലിന്റെ ഷർത്തുകൾ, വലതുഭാഗം മുന്തിക്കണം. അതൊന്നും എന്താന്ന് പഠിക്കാതെ പരീക്ഷ എഴുതി വെച്ച് ഇവിടുന്ന് തുടങ്ങണം, മധ്യഭാഗത്ത് എത്തുമ്പോ മുകളിലേക്കും താഴേക്കും ആക്കണം, ഇടതുഭാഗത്തേക്ക് പിന്നീട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. വലതുഭാഗത്തെ മുന്തിക്കണം. ഇത് വേറെന്തോ സാധനം വിചാരിച്ച്. അല്ല, അന്ന് മദ്രസയിൽ നിന്ന് പഠിക്കാൻ തണ്ടാസിലേക്ക് പോകുമ്പോൾ ചൊല്ലേണ്ടത്, എന്റെ വീട്ടിൽ തണ്ടാസില്ല, കക്കൂസ് ഉണ്ട്, ലാട്രിൻ ഉണ്ട്, ബാത്റൂം ഉണ്ട്, തണ്ടാസ് മാത്രമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് വേറെന്തോ സാധനമാണ്. ഇങ്ങനെ കുറെ അത് അന്വേഷിച്ച് പോയപ്പോ ഈ തണ്ടാസ് എന്ന് പറയുന്നത് റഷ്യൻ ഭാഷയിലുള്ള കക്കൂസിന്റെ പേരാത്ര. ഏത് ഉസ്താദാണ് അത് കണ്ടുപിടിച്ചത് ഞാൻ ആലോചിക്കാൻ. കക്കൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്തതിനാണ് തണ്ടാസിലേക്ക് പോകുമ്പോൾ ചൊല്ലേണ്ടത് പഠിപ്പിച്ചത്. അത് നമ്മുടെ പ്രശ്നം. നമ്മൾ പഠിക്കുന്ന രീതി അടക്കം ദീനാണ് എന്ന് മനസ്സിലാക്കി പഠിച്ചില്ല എന്ന് പറയാം. എല്ലാ കാര്യവും അങ്ങനാണ് എങ്കിൽ നല്ല കുടുംബ ബന്ധങ്ങൾ നോക്കൽ എന്തായിരിക്കും? ഇബാദത്തായിരിക്കും. അങ്ങനെയാണ് അതിന് കുറെ ഷർത്തുണ്ടാവും. ആ ഷർത്താണ് സൈക്കോളജി ഒക്കെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം. എല്ലാം ഇബാദത്തെ കണ്ടോക്ക്, എന്തൊരു രസമായിരിക്കും ജീവിതം, വളരെ മനോഹരമായിരിക്കും ജീവിതം. എല്ലാം ഇബാദത്താണ്. ഉറങ്ങലടക്കം ഇബാദത്താണ്. ഞാൻ പറയാറുണ്ട്, ഏറ്റവും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പറ്റിയ ഒരു ഇബാദത്താണ് ഉറങ്ങല്. കാരണം ആ സമയത്ത് വേറൊരു ചിന്ത ഉണ്ടാവില്ലല്ലോ. മറ്റേ നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടിയാല് അടുത്ത ആഴ്ചത്തെ കുറിന്റെ പൈസ ഇവിടെ നകിട്ടുക, പെണ്ണുങ്ങളാണ് അടുപ്പത്ത് ബന്ധു ഉണ്ടാവും, പല ആലോചന വരും. ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയ ഇബാദത്ത്. എനിക്ക് ക്ലാസ്സിൽ ഇരുന്നിട്ട് ആ ഇബാദത്ത് ആരും എടുക്കണ്ട. ഈ ക്ലാസ് കേൾക്കലും ഞാൻ പറയൽ ഇബാദത്താണ്. അതിനൊരു നിയ്യത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കെ പറയും. പെണ്ണുങ്ങൾ പറഞ്ഞു ആമീൻ. പെണ്ണുങ്ങൾ ഉറക്കെ പറയണ്ടല്ലേ? ആമീൻ പറഞ്ഞാൽ നിങ്ങൾ നിയ്യത്ത് വെച്ച്. ഇനി അതിന്റെ ഷർത്ത് പാലിച്ച് ക്ലാസ്സിൽ ഇരുന്നില്ലെങ്കിൽ അത് കുറ്റം കിട്ടും. എന്റെ ഉത്തരവാദിത്തം കഴിയും. ഇടക്ക് മൊബൈൽ നോക്കുകയും വർത്താൻ വരെയൊക്കെ ചെയ്താൽ ഷർത്ത് തെറ്റിക്കലായി പോകും. അതുകൊണ്ട് നിയ്യത്ത് വെച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. നല്ലൊരു ഓർമ്മ ഉണ്ടാവണം. അതൊരു ഇബാദത്തായി കണ്ടുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മളുടെ കുടുംബമൊക്കെ നന്നാവും. കുടുംബം നന്നാവാൻ സൈക്കോളജി പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ? ഫോർഗിവ്നെസ് ഈസ് ദ സക്സസ് ഓഫ് ഹ്യൂമാനിറ്റി. വിട്ടുവീഴ്ചയാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതാണ് എന്റെ മലയാളം. അത് കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറഞ്ഞാൽ തോറ്റു കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ഭാര്യയും ഭർത്താവും നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയോ? തോറ്റു കൊടുക്കാനുള്ള മടി. മക്കളും പാപ്പയും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? തോറ്റു കൊടുക്കാനുള്ള മടി. ഈ തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ജയിക്കുമെന്ന് ഉറപ്പുള്ള ആള് ഞാൻ ജയിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നതിനാണ് തോറ്റു കൊടുക്കുക എന്ന് പറയാം. അല്ലാതെ തോൽക്കുമെന്ന് ഉറപ്പുള്ള ആള് എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തോറ്റു കൊടുക്കുക എന്നല്ല പറയാ, വിധി എന്നാ പറയാ. ഭാര്യയും ഭർത്താവും തമ്മിൽ അടി ഉണ്ടാവുമ്പോ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരം ഉണ്ടാവുമ്പോ ആരാണ് ജയിക്കുക എന്ന് നമുക്കറിയാലോ. ആ ജയിക്കുന്ന ആളൊന്ന് തോറ്റു കൊടുക്കും. അതൊരു ഭയങ്കര സംഭവമാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, മുസ്ലിം ആയാൽ മതി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ആവണമെങ്കിൽ എന്താ വേണ്ടി? മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. മുസ്ലിം ആവുമ്പോൾ എന്താ വേണ്ടത്? ഒന്ന്, ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. കലിമ ഷഹാദത്ത് 1. ആദ്യം നമ്മളുടെ മനസ്സിൽ അള്ളയാണ് എന്നെ സൃഷ്ടിച്ചത് എന്നും ഈ ലോകത്ത് അള്ളയാണ് എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒന്നാമതായി ഒരാൾ മുസ്ലിം ആവുക.
അങ്ങനെ മുസ്ലിമായ ആൾക്കാരാണ് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്. അല്ലാതെ 5 കാര്യം എന്ന് പറഞ്ഞിട്ട് കുറെ പറഞ്ഞതല്ല. ഇസ്ലാം കാര്യത്തിൽ നിസ്കാരം അതിൽ ഒന്നാണ്, ഫസ്റ്റ് റാങ്ക്. അപ്പൊ കലിമ ഷഹാദത്ത് 1 അപ്പൊ ആദ്യം നടക്കേണ്ടത് കലിമ ഷഹാദത്താണ്. നിസ്കാരം അതിൽ 2. അപ്പൊ 1 കഴിഞ്ഞിട്ടാണ് എന്ത് വേണ്ടത്? 2 വേണ്ടത്. അപ്പൊ മുസ്ലിമായ ആൾക്കാരാണ് നിസ്കരിക്കേണ്ടത്. മൂന്നാമത്തേത് മുതലിനടുത്ത സക്കാത്താണ്. അപ്പോ ഷഹാദത്ത് ഉറച്ച നിസ്കരിക്കുന്ന മുസ്ലിങ്ങള് സക്കാത്ത് കൊടുക്കണം. 4മത്തേത് നോമ്പാണ്. ഷഹാദത്ത് ഉറച്ച നിസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്നവരാണ് നോമ്പ് നോൽക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുന്നവരാണ് ഹജ്ജിന് പോണ്ടി. പക്ഷെ നമ്മളെ ലോകം തല തിരിഞ്ഞതായതുകൊണ്ട് നമ്മൾ പറയും ഒരു ഉംറക്ക് പോയിട്ട് വേണം നന്നാവാൻ. പഠിച്ചോൻ പറഞ്ഞത് നന്നായിട്ട് ഉംറക്ക് പോയാൽ മതി. വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി ഈ കലിമ ഷഹാദത്ത് ഉറക്കം എങ്ങനെയാണെന്ന് അറിയണേ ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കാൻ മതി. ബാങ്ക് കൊടുക്കുമ്പോൾ ആദ്യം പറയാ അല്ലാഹു അക്ബർ എന്ന്. അത് പഠിച്ച പിന്നെ ഒരു സൈക്കോളജി പഠിക്കേണ്ട കാര്യമില്ല എന്ന് അർത്ഥം. എന്നിട്ടാണ് അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് പറയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നിട്ട് പറയാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് 3 ഉറച്ച ആൾക്കാര് ഹയ്യ അലൽ സലാത്ത് നിസ്കാരത്തിലേക്ക് വാങ്ങി. 40 ദിവസം പിണങ്ങി നിൽക്കുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 41ാമത്തെ ദിവസം പോയി പിണക്ക് അങ്ങോട്ട് ചെന്ന് മാറി. അപ്പൊ ബാക്കി സ്വഹാബികൾ ചോദിച്ചു അത് എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോയി മാറിയത്? അപ്പൊ റസൂലുള്ള പറഞ്ഞു 40 ദിവസത്തിലധികമൊക്കെ ഒരാളോട് പിണങ്ങി നിൽക്കുകയാണ് എങ്കിൽ അയാൾ മുസ്ലിമേ അല്ല. അപ്പം 40 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുന്ന ആള് അയാളുടെ പേര് വാസു നായി. വാസു എന്ന് പറയാൻ കാരണം എന്താ, ഞങ്ങളുടെ ക്ലാസ് കോളേജിലെ മാഷായിട്ട് വാസു, അതുകൊണ്ടാണ്. മൂപ്പര് നിസ്കരിക്കാൻ പോയില്ല. അപ്പൊ ഒരാളോട് പിണങ്ങി നിൽക്കണ്ടേ പിന്നെ അയാൾ നിസ്കരിക്കാൻ പോണ്ടെന്നേ. അത്രേ ഉള്ളൂ. അല്ലേ? മുസ്ലിം അല്ലാത്ത ആളെന്തിനാ നിസ്കരിക്കാൻ പോകുന്നത്? എന്നിട്ട് ചില സ്ഥലത്ത് പറയുമ്പോ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റ് നാട്ടുകാരോട് തെറ്റി നിൽക്കുകയാണ്. പിന്നെ നാട് മൊത്തം കഴിഞ്ഞില്ലേ? തീർന്നു. ഇമാമാണ് പിണങ്ങി നിൽക്കുന്ന ഒരാളോട്. അപ്പൊ അയാൾ മുസ്ലിം അല്ല. അപ്പൊ ബാക്കിയുള്ള നമസ്കാരം എന്ത് ഭീകരം ആലോചിച്ചു. അതാണ് അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥത. ക്രിസ്ത്യൻ പള്ളികൾ, വലിയ പള്ളികളുണ്ടോ, ചെറിയ നാട്ടിൻപുറത്തെ ഈ ക്രിസ്ത്യാനികൾക്ക് ശ്രാമ്പ്യ പോലെ ചെറിയ പള്ളിയും വലിയ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കോട്ടയത്ത് പോയ സമയത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് പള്ളി എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇറക്കി തരാൻ പറഞ്ഞു. അപ്പൊ ഓട്ടോക്കാൻ ചോദിച്ചു വലിയ പള്ളി വേണോ സാറേ, ചെറിയ പള്ളി വേണോ? വലിയ പള്ളി ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങളെ മാർത്തോമ ചർച്ചിന് മുമ്പ് കൊണ്ട് ഇറക്കി വലിയ പള്ളിന്റെ മുമ്പ്. ഈ പള്ളിയില് പോകുമ്പോ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, പള്ളിന്റെ അകത്തേക്ക് അകത്ത് കയറുന്ന മനുഷ്യന്മാര് ചെറുതായി പോകും. അത്രയും ഹൈറ്റിലാണ് റൂഫ് ഉണ്ടാവും. പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ചെറുതാണ് എന്ന ബോധം നമ്മൾ ഉണ്ടാക്കണം. അത് ഇസ്ലാമിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? 5 നേരവും നമ്മളോട് പറഞ്ഞു ഓർമ്മിച്ചോണ്ടാ അല്ലാഹു അക്ബർ, അള്ളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആള്. അപ്പൊ ഞാനോ ചെറിയ ആള്, ഇതിലപ്പുറം ചെറുതാവാനില്ല. അങ്ങനെ ചെറുതാവുമ്പോ എനിക്കുണ്ടാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഈഗോ ഇല്ലാതാവൽ. ഞാനൊരു സാധു, ഞാനൊരു ചെറിയ മനുഷ്യൻ, അള്ളാണ് ഏറ്റവും വലിയ. എന്ത് കാര്യം ആയിക്കോളും. ഞാൻ എന്തിനാ ഈ ഒരു ബ്രിട്ടീഷുകാരന് അറബിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ അറബി വണ്ടി 2 ഭാഗത്തേക്ക് തട്ടിയിട്ട് മറിഞ്ഞു വീണ് അറബിയിൽ പുറത്തേക്ക് ചാടിയത് അൽഹംദുലില്ലാ. ആ ബ്രിട്ടീഷുകാരൻ ചോദിച്ചു എന്താണ്? അള്ളാഹ്ക്ക് സ്തുതി എന്നാ പറഞ്ഞത്. ഇയാൾക്ക് ഭ്രാന്താണോ? അല്ലാഹു അക്ബർ എന്ന് വിശ്വസിക്കുന്ന ആള് അന്നേരം പറയേണ്ട ഒരൊറ്റ വാക്കാ തന്നെയല്ലേ? കാരണം അത്രയൊക്കെ നമ്മളെ സംരക്ഷിച്ചില്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ ആക്കിയില്ലേ. പിന്നെ ഞാൻ എന്തിനാ ഒരാളോട് പിണങ്ങുന്നത്? പിന്നെ ഞാൻ എന്തിനാ ഒരാളോട് വാശി കാണിക്കുന്നത്? പിന്നെ ഞാൻ ഒരാളോട് എന്തിനാ തെറ്റുന്നത്? ഞാൻ അല്ലാഹു അക്ബർ, ഞാൻ ചെറിയ ആളാ, ഞാൻ ആരോടും തെറ്റൂല, ഞാൻ വിനയം ഉണ്ടാവും. എനിക്ക് എന്റെ സ്വഭാവം മാറും. അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അതില്ലാതാവുമ്പോഴാണ് ആദ്യം നമ്മൾ മുസ്ലിം ആവുക. എന്നിട്ടാണ് ഷഹാദത്തിലേക്ക് പോകേണ്ടത്, എന്നിട്ടാണ് നിസ്കാരത്തിലേക്ക് പോകേണ്ടത്. പിന്നെ എങ്ങനെ ഒരു നാട് നന്നാവാതിരിക്കുക, ഒരു വീട് നന്നാവാതിരിക്കുക, ഒരു കുടുംബം നന്നാവാതിരിക്കുക. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലിയ പ്രശ്നം. ഞാനൊന്നും ഇത് തിരികെ മനസ്സിലാക്കാത്ത ഒരാളായിരുന്നു. ഞാൻ ഭയങ്കര അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ ഒരു കാലത്തെ സ്വഭാവം. ആരോടും എന്താ പറയാ തെറ്റുക, അതൊരു ഹരം പോലെ. എന്ത് പറഞ്ഞാലും കൊക്ക ഉത്തരം പറയാം. ചില ആൾക്കാർക്ക് അതൊരു ശീലാണ്. ഒരാൾ നല്ലോണം നിസ്കരിക്കുമ്പോൾ അവിടെ പോയി കണ്ട് ഫാൻ ഓഫ് ആക്കാം.
ഓൻ അങ്ങനെ ഫാനിട്ട് നിസ്കരിക്കണ്ട, ഓൻ ഞാൻ വലിയ ആള്, ഓൻ ഫാനിട്ട് നിസ്കരിക്കാതിരിക്കാൻ ഞാനാ നിയന്ത്രിക്കേണ്ട ആള്. ഇനി ചിലയിടത്തും തന്നറിയോ കറണ്ട് ഓഫാക്കും, എന്താ കറണ്ട് ബില്ല് അടക്കണ്ടേ. ഇത് അതിന്റെ ഒരു മിനിമം വിവരം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാ. അയാൾ ഒരാൾ ഇപ്പൊ നേരത്തെ ഉസ്താദ് പ്രസംഗിച്ചു, ഈ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പൈസ കൊടുത്ത ആള് അല്ലേ, അല്ലെങ്കിൽ കുടിവെള്ളം കൊടുക്കാൻ പൈസ കൊടുത്ത ആള്, ആ പൈസ കൊടുത്തൊരു ദീൻ പഠിച്ചിട്ടാ. കാരണം നമുക്ക് ആകെ ഈ ലോകത്തുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ആകെ 3 എണ്ണം മാത്രം. ഒന്ന്, നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മളുടെ ഖബറിലേക്ക് നമുക്ക് വേണ്ടി ഹസനാത്തുകൾ എത്തിച്ചു തരുന്ന സൽ സ്വഭാവികളായ സന്താനങ്ങൾ. വേറൊന്നും നമ്മൾ ഈ ലോകത്തിൽ കൊണ്ടുപോകില്ല. രണ്ടാമത്തേത് കൊണ്ടുപോവുക നിലനിൽക്കുന്ന സദക്ക. മൂന്നാമത്തെ കൊണ്ടുപോവുക തുടർന്നുകൊണ്ടേയിരിക്കുന്ന അറിവ്. അല്ലെ, മാലിക് ദീനാറിന്റെ കിതാബ് ഇപ്പോഴും പൂട്ടിവെക്കാനായില്ല. നമ്മളിപ്പോ ഇവിടുന്ന് ഒരു കാര്യം അതിന്റെ ഹസനാത്ത് മാലിക് ദീനാറിന്റെ കിതാബിലേക്ക് എത്തും. അതാണ് ഈ ഉസ്താദുമാർക്കൊന്നും അങ്ങനെ ആയുസുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഉസ്താദുമാർക്ക് സുഖക്കേട് വരാത്ത എന്താണ്. ഞങ്ങളുടെ നാട്ടിലെ ഖത്തീബിനൊക്കെ ഞങ്ങളുടെ മഹല്ലില് 350 വീടുണ്ട്. അപ്പം ഉസ്താദിന് ഒരു ദിവസം ഒരു വീട്ടിൽ ചെലവ് അല്ല, ചെലവ് തന്നെയല്ല ഇവിടെ പറയല്ലേ, ഉസ്താദിന് വരവാണ്, എന്നാലും ചെലവ് നമ്മൾ പറയാം, വീട്ടുകാർക്ക് ചെലവ്. അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഉമ്മ പറയുന്നറിയോ, ഉസ്താദ് ചെലവുണ്ട്, ബീഫോ ചിക്കനോ വാങ്ങണം. അങ്ങനെ 365 ആളും ബീഫ് വാങ്ങിയിട്ട് ഉസ്താദിന് കൊളസ്ട്രോൾ വരുന്നില്ല. ഞാൻ ഉസ്താദന്മാരോട് ചോദിക്കും, ഇങ്ങനെ തിന്നിട്ട് നിങ്ങൾക്ക് എന്താ കൊളസ്ട്രോൾ വരാത്ത? അതാണ് ആ ഇൽമിന്റെ ബർക്കത്താണ് സാധനം. അല്ലെ, അവര് കൊടുക്കുന്നതെന്നറിയോ, അവര് നിലനിൽക്കേണ്ട അള്ളാന്റെ ആവശ്യം. നമ്മള് 2 ചോറ് തിന്നുമ്പോഴേക്ക് തന്നെ കൊളസ്ട്രോൾ, അങ്ങനെ PSC കിട്ടുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ഉസ്താദുമാർക്ക് വളരെ അപൂർവമായിട്ടുള്ള കൊളസ്ട്രോള്. അവരെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട് എന്നാണ് അവരെന്നെ പറയുന്ന സാധനം. ആ ബർക്കത്ത് ദീനാണ്. ഈ 3 കാര്യമാണ് നിലനിൽക്കുക. ഇപ്പം 35,000 രൂപ ഒരാള് സംഭാവന കൊടുത്ത് ഒരു കുടിവെള്ളത്തിനുള്ള ഫ്രിഡ്ജ് ഇവിടെ വെച്ചു. എത്ര കാലം ആ വെള്ളം ആരൊക്കെ കുടിക്കുന്നോ അതിനനുസരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഹസനാത്ത് അങ്ങനെ വന്നോണ്ട്. ഈ വിവരമുള്ള അറബികളാണ് നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ ഓടി വരുന്നത്. നമ്മൾ പറയാ ഒരു പൊട്ടൻ അറബിനെ കിട്ടി, അതുകൊണ്ട് നല്ലൊരു പള്ളി ഉണ്ടായി. അറബി പറയുന്നത് ആ നാട്ടുകാരൊക്കെ പൊട്ടന്മാരായതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റി. അറബിക്ക് ആകെ ഒരു നിർബന്ധമേ ഉള്ളൂ, 10-40 ലക്ഷം ഞാൻ തരാം, പക്ഷെ നിസ്കാരം എപ്പോഴും നടക്കണം. അത് മാത്രമേ അറബിക്ക് നിർബന്ധമുള്ളൂ. കാരണം എന്താണെന്നറിയോ, അവിടെ നിന്ന് ഓരോ സമയത്തും നിസ്കരിക്കുമ്പോ അറബിന്റെ അക്കൗണ്ടിലേക്ക് ഹസനാത്ത് അങ്ങനെ പോകും. അതാ നിലനിൽക്കുന്ന സദക്ക എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ വന്ന ഒരാൾ നിസ്കരിക്കുമ്പോ അയാൾക്ക് കാറ്റ് കൊണ്ടിട്ട് അതിന്റെ ഹസനാത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 5,000 രൂപ സംഭാവന കൊടുത്ത് ഫാൻ വാങ്ങി കൊടുത്തത്. അപ്പോഴാണ് നമ്മളുടെ ഈഗോ പോയിട്ട് ഫാൻ ഓഫ് ആക്കും. കറണ്ടിന്റെ പൈസ ഓനടക്കോ? ഇതാ ചോദിക്കുന്ന ചോദ്യം. കറണ്ടിന് ബിസിനസ് ലെവലിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ബില്ലായെന്ന് കരുതുക, എന്നാ പോലും ഒരു യൂണിറ്റിന് വരിക 27 രൂപ കണ്ട 5 മിനിറ്റ്. ഇപ്പോഴത്തെ ഫാനൊക്കെ BLDC എന്ന് പറഞ്ഞ ഫാനാ. ഒരു മണിക്കൂർ എത്ര 100 മണിക്കൂർ എങ്ങാനാണ് ഒരു യൂണിറ്റിനാവുക. അഥവാ 100 മണിക്കൂർ ഒരു ഫാൻ തിരിഞ്ഞാല് 27 രൂപ കൊടുക്കണം. അപ്പൊ 5 മിനിറ്റ് നിൽക്കരിക്കുമ്പോ ഒരു ഫാൻ തിരിഞ്ഞാൽ എത്ര പൈസ കൊടുക്കേണ്ടിരുന്നറിയോ? 3 പൈസ ലാഭിക്കാനായി ഓഫാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച്, ചിലയിടത്തൊക്കെ ബോർഡ് എഴുതി വെക്കും, ജമാഅത്തിന് മാത്രമേ ഫാൻ ഇടാൻ പാടുള്ളൂ, പിന്നെ യുവാക്കളും മക്കളൊക്കെ പള്ളിയിലേക്ക് വരൂ. നമ്മളവർക്ക് AC ഒക്കെ കൊടുത്തിട്ട് അവരെ പള്ളിയിലേക്ക് ആകർഷിക്കേണ്ട കാലാണ്. അതുകൊട്ടെ, ഞാൻ കുടുംബത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് ഇതാണ്, തോറ്റു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മനുഷ്യർ എത്രയോ നന്നാവും. കുടുംബത്തിലൊക്കെ ഒന്നാമതായി ചെയ്യേണ്ടതാണ്. ഞാനിത് തീരെ ചെയ്യാത്ത ഒരാളായിരുന്നു, അതുകൊണ്ട് എനിക്ക് അനുഭവം. ഞാനും തീരെ തോറ്റു കൊടുക്കൂല. പല സ്ഥലങ്ങളിലും അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നട്ടപ്പാതിർക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ ഇങ്ങനെ കൊടുവാടെടുത്ത് വെളിച്ചപ്പണ്ണ ഭാര്യ ഉണ്ടാവും. മനുഷ്യ ആദ്യത്തെ ചോദ്യം അതാ. അതുവരെ ഞാൻ മൃഗം, അന്നേരം മനുഷ്യ മനുഷ്യ നട്ടപ്പാതിൽ കയറി വന്നാലും മതി, ആരാന്റെ നന്നാക്കാൻ നടന്നോളൂ. ഞാൻ ഏറ്റവും കൂടെ കേൾക്കുന്ന ഡയലോഗ്. എല്ലായിടത്തും പോയി കഴിഞ്ഞിട്ട് കുടുംബം നന്നാക്കാനേ, ഒരു കുടുംബം എങ്ങനെ നന്നാക്കാം എന്നുള്ളതിന്റെ ഒരു ക്ലാസ് യൂട്യൂബിൽ വൈറലായി. അത് ഭാര്യ ഡൗൺലോഡ് ചെയ്തിട്ട് എന്നോട് പറയാം, ഇത് നിങ്ങൾ കേൾക്കേണ്ട ക്ലാസ്സാണ്.
അവളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഞാൻ ഇന്ന് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇനി രാത്രിയിൽ എപ്പോഴും ഞാൻ വീട്ടിൽ തിരിച്ചില്ല അല്ലേ. ഞാൻ എപ്പോഴും പിന്നെ എന്റെ കുടുംബം എന്റെ മക്കളൊക്കെ നോക്കാൻ നേരം ഉണ്ടാവുക. പിന്നെ ഞാൻ സമാധാനിക്കൽ എന്താണെന്നറിയോ, PT ഉഷ ഓടിയിട്ടായിരുന്നു ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ കിട്ടി. PT ഉഷ ഓടിച്ചത് ON നമ്പ്യാരായിരുന്നു. എന്നാ പിന്നെ ON നമ്പ്യാർ കൂടിയാ പോരായിരുന്നു, മൂപ്പർക്ക് മെഡൽ കിട്ടുമായിരുന്നു. കോച്ച് ഗോളടിക്കും. അതെല്ലായിടത്തും അങ്ങനെ തന്നെ. വയറിംഗുകാരുടെ വീട്ടിലെ വയറിംഗ് എപ്പോഴും തകരാറ്. പിന്നെ നന്നാക്കാൻ. അതേപോലെ എന്റെ കുടുംബം നന്നാക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. എല്ലായിടത്തെയും കുടുംബം നന്നാ. പക്ഷെ പടച്ചോൻ എന്റെ കുടുംബത്തെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. എന്റെ സമാധാനം. എന്റെ ഭാര്യ എന്റെ കുടുംബത്തെ മനോഹരമായിട്ട് നോക്കുന്നുണ്ട്. ഇതുവരെ മക്കളൊന്നും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചില്ല. അത് പടച്ചോൻ നോക്കുന്നതുകൊണ്ടാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്റെ ഭാര്യയുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് അങ്ങനെ എനിക്ക് പഠിച്ചോ തന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാര്യ. ഈ തോറ്റു കൊടുക്കാത്ത കൊണ്ട് ഞാൻ ഭയങ്കര കച്ചറ. എന്തൊക്കെയോ പറയും. ഓളെ വാപ്പാനൊക്കെ പറയും, നിങ്ങളുടെ കാലം നീട്ടിട്ട് കുത്തിരുന്നാലേ അണ്ണാക്കിലേക്ക് കുത്താനൊന്നും കിട്ടൂല, എന്റെ വാപ്പ കൊണ്ടുപോയി തരടി. ഒരു കാര്യമില്ലാതെ പാവം വാപ്പ ഒരു തെറ്റും ചെയ്തില്ല, എന്നാലും വാപ്പാനെ ചീത്ത. എന്നിട്ട് അവൾ അതിന്റെ ഇടയിൽ ചോറ് വെച്ച് തിന്നോളെ, എന്റെ വാപ്പ കൊണ്ട് ഞാൻ തന്നെ പണങ്ങുക, ഞാൻ തന്നെ തിന്നാതെക്കുക. അതിനൊരു വിവരക്കേടാണ്. ശരിക്കും ചെയ്യേണ്ടത് ഇപ്പൊ 2 പൊരിച്ച മീൻ ഉണ്ടെങ്കിൽ ഒരു പൊരിച്ച മീൻ എനിക്കും ഒരു പൊരിച്ച മീൻ നോക്കും. ഞാൻ തിന്നാതെ നോക്കും 2 പൊരിച്ച മീൻ കിട്ടി. അപ്പൊ ഞാൻ പിണങ്ങിയ ഓക്ക് സന്തോഷമല്ല ഉണ്ടാവുക. ശരിക്കും വേണ്ടത് 2 പൊരിച്ച മീൻ തിന്നാള്. അതല്ലേ വാശി പറഞ്ഞ, അതല്ല അവളെ തിന്നാതെ. എന്നിട്ട് നേരെ പോയി ബെഡ്റൂം കയറിയിട്ട് 2 ശവമായിട്ട് കിടക്കും. ഒരു ശവം അങ്ങോട്ട് തിരിഞ്ഞെടുക്കും, ഒരു ശവം അങ്ങോട്ട് തിരിഞ്ഞെടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും, പണ്ടാരം പാഹൻ നട്ടപ്പാതിൽ കയറി വന്നുമല്ല, നാട്ടുകാരെ നന്നാക്കാൻ നടന്നോട്ടെ, എന്നിട്ട് എന്റെ വീട്ടിലേക്ക് ചാടി കളിക്കുകയാണെന്നൊക്കെ ഭാര്യ ആലോചിച്ചിട്ട് ഉറക്കം. ഞാൻ ഇപ്പുറത്ത് ആലോചിക്കും, കവികൾക്ക് പറയാ പൂമുഖവാദിക്ക പൂന്തിങ്കൾ, ഇത് പൂന്തിങ്കൾ അത് പൂതനെയാണ്, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് എന്റെ ഉറക്കം പോകും. വല്ല കാര്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിങ്ങള്. പക്ഷെ ഞാൻ ഈ സൈക്കോളജിയിൽ ഫോർഗിവ്നെസ് ഈസ് ദ സക്സസ് ഓഫ് ഹ്യൂമാനിറ്റി പഠിച്ച ശേഷം ഞാനിപ്പോ ചെയ്യുന്ന പണി തന്നറിയോ നിങ്ങൾ? ഞാൻ ആ വീഡിയോ യൂട്യൂബിലിട്ടോ പിന്നെയും ചോദിച്ചത്, രാഷ്ട്രീയം പറയാന്നൊക്കെ തെറ്റിദ്ധരിച്ചാൽ ആ ഭാഗം മാത്രം എടുത്താൽ AK ആന്റണി സാറ്, അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോ പത്രക്കാര്, അതായത് പത്രത്തെ ഇത്രയും ധൈര്യപൂർവ്വം നേരിട്ട നേതാക്കന്മാര് വളരെ അപൂർവമായി. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി 9 കൊല്ലമായിട്ടും അല്ല 13 കൊല്ലമായിട്ടും പത്രക്കാരെ കാണാൻ പോലും നിന്നിട്ടില്ല. അതേസമയം അന്ന് ധൈര്യത്തെ നേരിട്ട നേതാവാണ് AK ആന്റണി. അദ്ദേഹത്തിന് പറ്റാത്ത ചോദ്യം വന്നാൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, ഒരു കച്ചവടം പോല. ഞാൻ ഇപ്പൊ അതാ വീട്ടിൽ എന്തെടുത്തായിരുന്നു മനുഷ്യന്ന് ചോദിച്ചാ, നിങ്ങളോടല്ലേ ചോദിച്ചത്, മിണ്ടൂല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഭാര്യ പറയൂ, ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞു അതല്ലേ, എനിക്ക് അറിഞ്ഞോളെ മോളെ, അത്രേ പ്രശ്നമുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് വർത്താനം പറഞ്ഞ് എന്തൊരു സമാധാനം ആലോചിച്ചോക്കെ. നമ്മളെ പോറ്റി വളർത്തിയ വാപ്പ എന്തോ ഒരു ദേഷ്യത്തില് ആ സമയത്തെ മൂഡില് ഇങ്ങനെ ഒരു മോനിക്ക് പണ്ടായി പോയല്ലോ എന്ന് പറഞ്ഞേനെ തെറ്റി നിൽക്കുക വാപ്പാനെ. അതിന് പകരോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോനായി പോയില്ലേ ഞാന്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വാപ്പനല്ലേക്ക് തന്നെന്ന് ഞാൻ ഭയങ്കര സന്തോഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ വാപ്പാനൊന്ന് കെട്ടിപ്പിടിച്ചാല് പ്രശ്നം തീർന്നു. ഒരാള് തോറ്റു കൊടുത്താല് 2 കൈ മുട്ടിയ മാത്രമേ സൗണ്ട് ഉണ്ടാവൂ, ഒരു കൈ മാത്രം മുട്ടിയ ഒരു സൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് തോറ്റു കൊടുക്കാൻ പഠിക്കുക എന്നതാണ്. അതൊരു വലിയ പഠനമാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ തോറ്റു കൊടുക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സാമൂഹ്യ നന്മയുള്ള ഒരു ഉത്തരവാദിത്തമായിരിക്കും അത് ചെയ്യുന്നത്. രണ്ടാമത് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ മതി. കാരണം സംസ്കരിക്കേണ്ടത് മൃഗങ്ങളെ അല്ല, മനുഷ്യരെ മാത്രമാണ്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് മൃഗങ്ങൾക്കുള്ളതല്ല, മനുഷ്യർക്കുള്ളതാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? മനുഷ്യനും മൃഗവും തമ്മിലൊരു വ്യത്യാസമില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ഉസ്താദുമാരെ ഇടക്കിടക്ക് ആയത്തും ഹദീസും ഒക്കെ ഓതും. അതെന്തിനാന്നറിയോ? സദസ്സിലുള്ളവരൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഒന്ന് ഉണർന്നു, അല്ലെ ഒരു ആയത്ത് ഓതിയാല് സുബ്ഹാനഹു വ തആല എല്ലാവരും ഒന്ന് ഉണർന്നു. അതുകൊണ്ട് ഞാൻ ഹദീസും ആയത്ത് ഓതാൻ പറ്റാത്തതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്, മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ലേ? എന്താ വ്യത്യാസം? എന്താ ചിന്തിക്കാനുള്ള കഴിവ് അത് ആർക്കാണുള്ളത്? മനുഷ്യനാണോ മൃഗത്തിനാണോ? ആർക്കുള്ളത്? പശുവിന് നല്ല കാടിവെള്ളം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താല് പശു മൂക്കറ്റം കുടിക്കും. അത് പശുവിന് കുടിക്കാനുള്ള പശുവിന് അറിയാം. പശുവിന് ബ്രാൻഡ് ഒഴിച്ചു കൊടുത്താല് പശു മണപ്പിച്ചു നോക്കിയത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ പശു പോകും. മനുഷ്യന്മാരിത് രണ്ടും കുടിക്കും.
അപ്പൊ ആർക്കാ ബുദ്ധിയുള്ളത്? ഒരൊറ്റ പോത്തും സിഗരറ്റ് വലിക്കൂല. കാരണം പോത്തിനറിയാം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. മനുഷ്യന്മാര് സിഗരറ്റ് വലി ക്യാൻസറിന് കാരണമാകുമെന്ന് എഴുതി വെച്ച പെട്ടിയിൽ നിന്ന് സിഗരറ്റ് എടുത്ത് വലിച്ച് അതിന്റെ മുകളിൽ കൂതും. അപ്പൊ ബുദ്ധിയുള്ള ആർക്കാ? മനുഷ്യന് മൃഗത്തിന്റെ അത്ര ബുദ്ധിയില്ല. പക്ഷെ ആ ബുദ്ധിയുടെ ഒരു വ്യത്യാസം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും മനോഹരമായ വാചകം. കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലത്ര. ഒരു കലർപ്പുമില്ലാതെയാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. അവരിൽ കലർപ്പ് വരുന്നത് നമ്മൾ പഠിപ്പിച്ചിട്ടാണ്. അതാണ് മനുഷ്യനും നമ്മളുടെ വ്യത്യാസം. മൃഗം ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ മൃഗത്തിന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിവരവും അതിനുണ്ടാവും. പ്രോഗ്രാംഡ് എന്നാണ് അതേ സൈക്കോളജിയിൽ പറഞ്ഞ പേര്. പഴയ നോക്കിയ ഫോൺ ഓർമ്മയില്ലേ? പാമ്പിനെ വിഴുങ്ങുന്ന ഗെയിം മാത്രമുള്ള ഫോൺ. കുട്ടിയോട് ചോദിച്ചാൽ അവർക്കറിയാം. ആ ഫോൺ പ്രോഗ്രാംഡ് ഫോണാണ്. അതിലേക്ക് നമുക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റൂല. ആകെ ഒരു ഫോൺ നമ്പറോ ഒരു മെസ്സേജ് ഒക്കെ സേവ് ചെയ്ത് വെക്കാൻ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. എന്നാൽ ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഫോൺ എന്താ അവസ്ഥ? ഓരോരുത്തർക്കും അവരവർക്ക് പറ്റിയതുപോലെ ആ ഫോണിനെ മാറ്റാം. അതിന്റെ സ്ക്രീനിലെ ആദ്യം കാണുന്ന ഭാഗം മാറ്റാം, അതിൽ വേണ്ട അപ്ലിക്കേഷൻ മാറ്റാം. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മൃഗം നോക്കിയ ഫോൺ പോലെയാണ്. കമ്പനി ഇറക്കിയപ്പോ തന്നെ വേണ്ടതല്ല അതിലുണ്ട്, പുതുതായിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റൂല. ഒരു 20% പറ്റും. മനുഷ്യൻ ആൻഡ്രോയിഡ് ഫോൺ പോലെയാണ്. കമ്പനി ഇറക്കുമ്പോൾ കാലിയായിരുന്നു. നമുക്ക് എന്താണോ വേണ്ടത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരാട്ടിൻകുട്ടിയും ഒരു പൂച്ചക്കുട്ടിയും ഒരു മനുഷ്യക്കുട്ടിയും ജനിച്ച ഉടനെ ഒരു മുറിയിലിട്ട് പൂട്ടിയാൽ ആരൊക്കെ ജീവിക്കും അറിയോ? പൂച്ചയും പൊട്ടി ഓടിപ്പോവും, മനുഷ്യക്കുട്ടി അവിടെ കിടന്ന് കാറും. മനുഷ്യനെ അപ്പൊ പഠിപ്പിക്കണം എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അത് പഠിപ്പിക്കുന്ന പണിയാണ് മുതിർന്നവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ മുതിർന്നവരും ഉസ്താദുമാരാണ്. എല്ലാ മുതിർന്നവരും ഉസ്താദുമാരാണ്, പഠിപ്പിക്കുന്നവരാണ്. കുട്ടി ജനിച്ചപ്പോ ഒരു വിവരമില്ലായിരുന്നു. ആട്ടിൻകുട്ടി ജനിച്ച ഉടനെ നേരെ 4 കാലിൽ നിൽക്കും, അകിട് കണ്ടെത്തി പാല് വലിച്ചെടുത്ത് കുടിക്കും. എന്നാൽ മനുഷ്യക്കുട്ടി ജനിച്ച ഉടനെ ഒന്നും ചെയ്യൂല. ഉമ്മെടുത്ത് മടിയിലേക്ക് വെച്ച് വായിലേക്ക് ഇങ്ങനെ പാല് കൊടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം, എന്നാലേ കുട്ടി പാല് കുടിക്കും. അതുകൊണ്ട് ആദ്യമായി കുട്ടിയെ ഒരു കാര്യം പഠിപ്പിച്ച ആള് ഉമ്മയാണ്. ഉമ്മുൽ മദ്രസ എന്ന് പറയുന്നത് അതാണ്. മദർ ഈസ് ദ ഫസ്റ്റ് ടീച്ചർ ഓഫ് എ ചൈൽഡ് എന്ന് പറയുന്നത് അതാണ്. ഉമ്മയാണ് പാല് കുടിക്കാൻ ആദ്യമായി പഠിപ്പിച്ചത്. ഉമ്മയാണ് തിന്നാൻ പഠിപ്പിച്ചത്. ഉമ്മയാണ് കുടിക്കാൻ പഠിപ്പിച്ചത്. ഉമ്മയാണ് ഉടുക്കാൻ പഠിപ്പിച്ചത്. ഉമ്മയാണ് നടക്കാൻ പഠിപ്പിച്ചത്. ഉമ്മയാണ് കിടക്കാൻ പഠിപ്പിച്ചത്. ഉമ്മയാണ് കളവ് പറയാൻ പഠിപ്പിച്ചത്. അതാ മനുഷ്യന്മാരുടെ അവസ്ഥ. എല്ലാ കാര്യവും നമ്മൾ പഠിപ്പിക്കുന്ന. എന്നിട്ട് നമ്മൾ ചോദിക്കും ഈ മക്കൾ എങ്ങനെ ആയിപ്പോയി. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും കല്യാണം കഴിക്കണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഒരു കല്യാണ പ്രായമായ ചെറുപ്പക്കാരോട് സംസാരിച്ചു നോക്ക്, പെൺകുട്ടികളൊക്കെ സംസാരിച്ച പറയും എന്തിനു കല്യാണം കഴിക്കുക. കാരണം എന്താണെന്നറിയോ? അവർ കാണുന്നത് എന്താ? നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തല്ല്, പൊരിഞ്ഞ തല്ല്. എന്റെ 30 പവൻ വെച്ചിട്ട് ഇപ്പൊ മതിയെന്ന് കണ്ണിറുക്കുന്ന ഭാര്യ. എന്റെ 30 പവൻ എന്റെ വാപ്പാക്ക് ഞാൻ കൊടുക്കടി എന്ന് പറയുന്ന ഭർത്താവ്. തല്ലോട് തല്ല്. ഇത് കണ്ട് വളരുന്ന മക്കൾ പെണ്ണ് കിട്ടാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭ്രാന്തായിരിക്കും. അല്ലെ മക്കളെ മുമ്പെന്ന്. അതാണ് നമ്മളുടെ ഒരു പ്രാർത്ഥന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഖുർആനിലുള്ള ഏറ്റവും നല്ല ഹദീസാണ്, ആയത്താണ് ആ പ്രാർത്ഥന. എല്ലാ വക്തിനും എല്ലാ ഉസ്താദുമാരുടെയും ദുആയിൽ ഉണ്ടാവാറുണ്ട്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ദുആയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അർത്ഥം ആലോചിച്ചിട്ട് ഒരു ആമീൻ പറയേണ്ട ഒരു ദുആ ഉണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. സൈക്കോളജിയുടെ ഫുൾ സാധനം അതിൽ കുഞ്ഞുങ്ങളെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഖുർറത അയ്ൻ, കണ്ണിന് കുളിർമയുള്ള മക്കൾ. പടച്ചോനെ എനിക്ക് കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ.
കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ എന്താ? മക്കള് സുർമയാവില്ലല്ലോ. കാണുമ്പോ സന്തോഷം തരുന്ന മക്കളെ എനിക്ക് തരണേ, കാണുമ്പോ സന്തോഷം തരുന്ന മക്കളെ തരണേന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താണെന്നറിയോ? മുത്തക്കീന ഇമാമ. മുത്തക്കിങ്ങൾ എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, നല്ല വഴിക്ക് പോകുന്നവർ. ഇമാം എന്ന് പറഞ്ഞാൽ ലീഡർ, നേതാവ്. അഥവാ നല്ല മക്കളെ തരണേ, ആ മക്കളെ നല്ല വഴിക്ക് നയിക്കുന്ന ഒരാളാക്കിയിട്ട് എന്നെ മാറ്റണേ. അപ്പൊ ആരാ നന്നാവണ്ടേ? മക്കളാണോ മുതിർന്നവരാണോ? കുട്ടികളെ നന്നാക്കാനുള്ള പുസ്തകമുണ്ട്, മുതിർന്നവരെ നന്നാക്കാൻ പുസ്തകമില്ല. നമ്മൾ നന്നായാൽ മക്കൾ നന്നാവും. ആ നന്നാവലാണ് നമ്മളുടെ കുടുംബത്തിൽ വരുത്തേണ്ട, കുടുംബ ബന്ധങ്ങൾ വരുത്തേണ്ട മാറ്റം. ആ മാറ്റത്തിനാണ് ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ടാവേണ്ട 3 കാര്യങ്ങളാ സൈക്കോളജി പറയുന്നത്. മനുഷ്യരാവാൻ വേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യർക്ക് മാത്രമേ പുഞ്ചിരിക്കാനുള്ള കഴിവുള്ളൂ. മൃഗങ്ങൾക്ക് ചിരിക്കാൻ അറിഞ്ഞൂടാ. പുന്നല് കണ്ട എലിയുടെ ചിരി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പുന്നല് കണ്ട എലി ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാന്നല്ലാതെ എലി ചിരിക്കൂല. ഒരു പോത്ത് വേറൊരു പോത്തിനെ കണ്ട എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിക്കൂല. നാട്ടിലൊക്കെ ചില പോത്തുകളാണ് അങ്ങനെ ചിരിക്കാതെ പോകുന്നത്. ഈ ചിരിക്കാത്ത ടീച്ചേഴ്സിനെ കണ്ട കുട്ടികൾ തന്നെ പറയും ആ ജന്തു വരുന്ന. കാരണം ജന്തു ചിരിക്കൂല. കുട്ടികൾ പറയുന്നത് കറക്റ്റാ. അതുകൊണ്ട് ജന്തു ആവാതിരിക്കാൻ പരസ്പരം ചിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരാളെ കണ്ട് വേറൊരാളോട് ചിരിച്ച് സംസാരിക്കല് ഏറ്റവും നല്ല സദക്കയാണ്. രണ്ടാമത്തെ മനുഷ്യന്റെ പ്രത്യേകത പരാശ്രയത്വം എന്നാണ് പറയാ. ഒറ്റക്ക് ജീവിക്കാൻ പറ്റൂല മനുഷ്യന്. ആട് പ്രസവിക്കുമ്പോൾ നമ്മൾ ആടിനെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാറുണ്ടോ? ആടിന്റെ പ്രസവം എടുക്കാൻ വേണ്ടി വയറ്റായിട്ട് വെട്ടാൻ കാത്തുക്കാറുണ്ടോ? ആടിന്റെ പ്രസവം എടുക്കാൻ വേണ്ടിട്ട് അല്ലെ ആടിന്റെ ഭർത്താവ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടോ? ആട് ഒറ്റക്ക. മൃഗം വേറൊരാളെയും പരിഗണിക്കൂല. അതുകൊണ്ടാണ് മൃഗങ്ങൾ ഉടുക്കാതെ നടക്കുന്നത്. നമ്മൾ ഉടുക്കുന്ന അപ്പൊ ആർക്ക് വേണ്ടിയാ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല ഉടുപ്പിടുക ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്. പെരുന്നാളിന് പള്ളിയിൽ പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഉടുപ്പാടുക. കാരണം നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നു. പക്ഷേ നമ്മളുടെ പുതിയ കാലത്തിന്റെ സവിശേഷത കൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്നത് കുറഞ്ഞു പോയി. അപ്പോഴാണ് നമ്മളുടെ ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കുന്നത്. മറ്റുള്ളവരെ പരിഗണിക്കുന്നത് കുറഞ്ഞു പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. തള്ളക്കോഴിക്ക് അരിയിട്ട് കൊടുത്താല് തള്ളക്കോഴിക്ക് വയറ് നിറഞ്ഞവരെ തള്ളക്കോഴി തിന്നും. അല്ലാതെ മക്കള് വന്നിട്ട് തിന്നാന്ന് പറഞ്ഞ് കാത്തുക്കൂല. അല്ലെ, ആടിനുകൾ വെള്ളം ഒഴിച്ചു കൊടുത്താല് മക്കളാട് വരട്ടെ എന്നിട്ട് തിന്നാൻ വിചാരിച്ച് കാത്തുക്കൂല. പക്ഷെ മനുഷ്യരതല്ല. ഉമ്മക്ക് എന്തെങ്കിലും കൊടുത്താല് മക്കൾക്ക് കൊടുക്കാന്നറിയും. അല്ല, എന്റെ ഉമ്മയൊക്കെ കല്യാണത്തിന് പോകുമ്പോ അവിടെ നിന്ന് ഒരു പാക്കറ്റ് കിട്ടിയാൽ അതിങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ടാവും. അതിലൊരു ബിസ്ക്കറ്റ് പോലും ഉമ്മ കടിച്ചിട്ടുണ്ടാവില്ല. അത് മക്കൾക്കുള്ളതാ. പക്ഷെ ഇപ്പോഴത്തെ തള്ളാരോ മൃഗങ്ങൾ കൂടി വരികയാണ് നമ്മളുടെ ഉള്ളിൽ. അതാണ് പ്രശ്നം. നമ്മളുടെ ഉമ്മ മനുഷ്യ സ്വഭാവം കൂടുതലുള്ള ആളായിരുന്നു. ഇപ്പോഴത്തെ ഉമ്മ മനുഷ്യ സ്വഭാവം കുറഞ്ഞ ആളായി. അതാ വ്യത്യാസം. മറ്റുള്ളവരെ പരിഗണിക്കുക, അത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോഴാണ് നമ്മൾ ബന്ധമുണ്ടാവുക. മറ്റുള്ളവരെ പരിഗണിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. നിങ്ങൾ സൗദിയിലോ ഒക്കെ പോയാൽ അവിടെ നിങ്ങൾ അറബികളുടെ അടുത്ത് ജമാഅത്തിലിരുന്നാൽ അവർ ആദ്യം ചെയ്യുന്ന പണി സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ തൊട്ടടുത്തുള്ള എല്ലാവർക്കും ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. ഒരു ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിപ്പോ. ഇത് നമ്മൾ സലാം ഇങ്ങനത്തെ പടം നിൽക്കാന്നുള്ള കണ്ണിട്ടയ ആ ചാടിക്കളിക്കല്, ആ കണ്ണിട്ടല് മൃഗങ്ങളുടെ സ്വഭാവം. മൃഗത്തിനടുത്തേക്ക് നിന്ന് നോക്ക്, പേടിപ്പിക്കും. ഏത് മൃഗത്തിനടുത്ത് പോയാലും പേടിപ്പിക്കും. മനുഷ്യരുടെ സ്വഭാവം ഒന്ന് കൈപിടിച്ച് അല്ലെ, ആ വിനയവും മനുഷ്യരുടെ സ്വഭാവം കൂടി ഒരുമിച്ച് കാണിച്ചാൽ മനുഷ്യർക്ക് എന്തൊരു ബന്ധം ഉണ്ടോന്ന് അറിയോ? ഇപ്പൊ എന്റെ നാട് കോഴിക്കോടിനടുത്ത് താമരശ്ശേരിയിലാണ്. അവിടെ പോക്കർകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്, അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ, മൊയ്തീൻ മുസ്ലിയാർ എന്നൊക്കെയാണ് അവരുടെ പേര്. ഈ മൊയ്തീൻ മുസ്ലിയാരുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനുഷ്യരെ പരിഗണിക്കാൻ. ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും മോനെ, എന്തൊക്കെ വിശേഷങ്ങള്, പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലേ മോൻ, ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? നല്ലോണം പഠിക്കണട്ടോ, പാപ്പാനെയും മോനെയൊക്കെ നല്ലോണം നോക്കണട്ടോ, നല്ല മക്കളായിട്ട് വളരണട്ടോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നും ആരെ കണ്ടാലും ദുആ ചെയ്യും. അത് മൂപ്പര് സ്റ്റൈലാണ്. നിങ്ങൾ ആരെയും കണ്ടാൽ ആദ്യം ചോദിക്കുന്നതാ, മോനെ എന്തൊക്കെ വിശേഷം, പെണ്ണുങ്ങളൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ടല്ലേ, പെണ്ണുങ്ങളെയും മക്കളെയൊക്കെ നല്ലോണം നോക്കണട്ടോ.
അങ്ങനെ എല്ലാവരോടും പറയാം. ഇയാൾ ഒരിക്കലും ഒടുങ്ങാക്കാട് മക്കാമ പോയിട്ട് രാത്രി വൈകിപ്പോയി, ബസ് കിട്ടിയില്ല. അപ്പൊ ഒരു ലോറിക്ക് കൈ കാണിച്ചു. അല്ല, ശരിക്കുള്ള സംഭവം എന്താ പറയുക, ഒരു ഡ്രൈവർ, എന്റെ വീടിന്റെ അടുത്തുള്ള ഇയാളുടെ വീട്ടിൽ പോവാ, മാഹിയിൽ എങ്ങാണ്ടുള്ള ഒരു ഡ്രൈവർ മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളുടെ വീട് അന്വേഷിച്ച് വന്നു. കയ്യിൽ കുറെ പൊതിയൊക്കെ, ലഡു, ജിലേബി, എന്തൊക്കെ പൊതിയൊക്കെ ആയിട്ട് അവിടുത്തെ കണ്ണൂരിലുള്ള എന്തൊക്കെ പലഹാരമൊക്കെ. ആ വന്നതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ്, എന്റെ പാപ്പ പറഞ്ഞ കഥയായിട്ടത്, വന്നതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് എന്താന്ന് മനസ്സിലായത്. മൂപ്പര് ഒടുങ്ങാക്കാട്ടുന്ന് വരുന്ന ലോറിക്ക് കൈ കാണിച്ചു. അങ്ങനെ ബസ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു ലോറി കയറിയപ്പം മൂപ്പര് അവനോട് എവിടാ മോളെ വീട്? ആ, മാഹിയിലല്ലേ. എന്താ പേര്? കൃഷ്ണൻ. അച്ഛനെ അമ്മനെയൊക്കെ നല്ലോണം നോക്കണം കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചോരാട്ടോ ഓരൊക്കെ. നമുക്കിപ്പോ കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഓർക്ക് അതൊന്നും ഉണ്ടായില്ല. അച്ഛനമ്മയൊക്കെ നല്ലോണം നോക്കണം കേട്ടോ, ഓരോടൊന്നും തെറ്റും പണിയൊന്നും നിൽക്കരുത് കേട്ടോ, ഓരൊക്കെ നമുക്ക് വേണ്ടി ജീവിച്ചതാട്ടോ എന്ന് പറഞ്ഞ് മൂപ്പര് പരപ്പമ്പോയിൽ എത്തിയപ്പോ അവിടെ ഇറങ്ങി. ഡ്രൈവർ പറയാണ്, പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇയാൾ ഔലിയാണ്. കാരണം ഇയാൾ ഒരാഴ്ച മുമ്പ് അച്ഛനോട് തെറ്റിയിട്ടാണ് ലോറി കയറി. ഇതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? അച്ഛനോട് നല്ലോണം നിൽക്കണം. എന്നിട്ട് അയാൾ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞ് അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ ഇയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. അതിന്റെ സന്തോഷം പറയാന് ആ ലോറി ഇറങ്ങിയ സ്ഥലത്ത് ഒരാൾ അന്വേഷിച്ച്, ഇങ്ങനെ പേരൊന്നും കറഞ്ഞൂടാ, താടി ഉണ്ട്, ഒരു വയസ്സൻ കൊടണ്ട്, ഈ കുപ്പായാണെന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക. അത് ഏത് നമ്മളുടെ ഒരൊറ്റ, അതാണ് ദഴവത്ത് എന്ന് പറയുന്ന സാധനം. ഒരുപാട് നമുക്ക് ഇത് കിട്ടുന്നത്. അങ്ങനെ പരസ്പരം മനുഷ്യരെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തേത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമേ പറ്റൂ, മൃഗങ്ങൾക്ക് പറ്റൂല. കാരണം പരസ്പര ആശ്രയം ഉണ്ടാവണമെങ്കിൽ പരസ്പരം മനസ്സിലാവണം. ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മൈക്കിലൂടെ പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ ഭർത്താവ് പറയുന്ന ഒരു സ്റ്റൈലിൽ പറഞ്ഞാലേ ഭാര്യ കേൾക്കുള്ളൂ. വാപ്പ പറയുന്നത് ഒരു പറയേണ്ട സ്റ്റൈലിൽ പറഞ്ഞാലേ മക്കൾ കേൾക്കുള്ളൂ. ഭാര്യ പറയുന്നത് ഭർത്താവിനോട് പറയേണ്ടത് പോലെ പറഞ്ഞാലേ ഭാര്യ കേൾക്കുള്ളൂ. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ആളുകൾ തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസത്തെയാണ്. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്, മക്കളും മുതിർന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റണം. അങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. മക്കളും നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് കുട്ടി മനസ്സിലാക്കുന്നില്ല എന്നാണ്. മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലാക്കുന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ പഠിക്കണം. അത് പറയാൻ പഠിക്കണമെങ്കിൽ നമ്മളുടെ കുട്ടികൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. ആദ്യം കുട്ടികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കാലത്തെ കുട്ടികൾ വളരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. വളരുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒന്ന്, നമ്മളുടെ കുട്ടിക്കാലം പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ കുട്ടിക്കാലം. നമ്മൾ വളർന്നത് പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കുട്ടിക്കാലത്ത് ഇപ്പൊ എന്റെയൊക്കെ വീട്ടില് കൃഷിയായിരുന്നു വാപ്പാന്റെ പ്രധാനപ്പെട്ട തൊഴിൽ. അന്ന് റേഷൻ കടയിലെ റൈറ്ററായിട്ടും അതേസമയം കൃഷിപ്പണിയും എടുത്തുകൊണ്ടാണ് വാപ്പ ജീവിക്കുന്നത്. വയലിൽ നെല്ല് പാട്ടത്തിനെടുത്തിട്ട് നെല്ലുണ്ടാക്കും. ഏതാണ്ട് ഒരു ഏപ്രിൽ മാസമായി കഴിഞ്ഞാല് മുറ്റം മുഴുവനും ചാണകം വീഴും. എന്നിട്ട് നെല്ലിങ്ങനെ കൊയ്തു കൊണ്ടുവന്ന് അത് ചവിട്ടി മെതിച്ച് ഒരു കൂമ്പാരമാക്കിയിട്ട് എന്താ പറയാ, പിന്നെ നെല്ലും വേറൊരു കൂനയാക്കിയിട്ട് വൈക്കോലും വെക്കും. വൈക്കോൽ കൂന എന്നായിരുന്നു പറയുന്ന പേര് തന്നെ. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ പ്രധാനപ്പെട്ട പരിപാടി ഈ വൈക്കോൽ കൂനയിൽ നിന്ന് താഴേക്ക് നിരങ്ങുക, അതിൽ ഗുഹ ഉണ്ടാക്കി അതിനുള്ളിൽ പോയി ഒളിക്കുക, ഇതൊക്കെ ആയിരുന്നു. ഇങ്ങനെ വേർത്ത് കളിച്ചിട്ട് ഈ പുല്ല് ദേഹത്തായാലും ഒരു പ്രത്യേക ചൊറി ഉണ്ടാവും. ആ ചൊറി അനുഭവിച്ചിട്ടുണ്ട് അവിടെ? നിങ്ങളൊന്നാരും പുല്ല് കളിച്ചില്ലേ? ഇല്ലേ? ഒരു രസമായിരുന്നത്. ഏതാണ്ട് നിങ്ങളൊക്കെ എന്റെ പ്രായമാണോ നോക്കാൻ വേണ്ടിട്ട് ആ പുല്ല് കളിക്കുന്നതിന്റെ ഒരു പ്രത്യേക രസമുണ്ട്. ഞാൻ ഈ രസത്തെ കുറിച്ച് എന്റെ മക്കളോട് പറഞ്ഞപ്പോ മക്കൾ പറയാ തന്ത വൈബ്. അവര് വൈക്കോൽക്കൂനെ കണ്ടിട്ടേ ഇല്ല, എന്നിട്ടല്ലേ അതിന്റെ അകത്ത് കളിക്കുമ്പോഴുള്ള ചൊറി മനസ്സിലാക്കുക. അതാണ് നമ്മൾ അവർ തമ്മിലുള്ള പ്രശ്നം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു പേന അന്ന് കിട്ടാൻ ഹീറോ പെന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാല് എന്താന്നറിയോ, പെന്നൊക്കെ കുത്തിയിട്ടൊരു നടപ്പുണ്ട്, ഹീറോ പെൻ. അതുപോലെ അന്ന് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള രണ്ട് സാധനം, ഒന്ന് ഹീറോ പെന്ന്, ഒന്ന് മുന്നോട്ടടിച്ചാൽ വെള്ള ലൈറ്റും പുറകോട്ടടിച്ചാൽ ചോപ്പ് ലൈറ്റും. ദർസിൽ അമീതൊക്കെ അതിനെ കൊണ്ടുവന്നിട്ട് ചോപ്പ് ലൈറ്റ് ഇപ്പൊ അപകടമാണെന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു ടോർച്ച് കിട്ടാനൊക്കെ അന്ന് ഭയങ്കര ആഗ്രഹം.
ആ പേനയുടെ വില 15 രൂപയായിരുന്നു. 15 രൂപ പേനയുടെ വില. പക്ഷെ 15 രൂപയുടെ ഒരു പേന വാങ്ങണമെങ്കിൽ അന്ന് 1 രൂപക്ക് ചായ കിട്ടും. അപ്പൊ 15 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എത്ര രൂപയാണ്? ഇപ്പൊ 10 രൂപക്ക് ചായ എല്ലായിടത്തും ഇല്ല, 15 രൂപ ചായ അല്ലേ? അങ്ങനാണ് എങ്കിൽ 15 ചായന്റെ പൈസ. അപ്പൊ എത്ര ഉണ്ടാവും? 150ഉം 75ഉം 225 രൂപ. 225 രൂപയുടെ ഒരു പേനയും 15 രൂപയുടെ ഒരു പേനയും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പോ അതാണ് ഹീറോ പെന്നും പെൻസിലും തമ്മിലുള്ള വ്യത്യാസം. ഹീറോ പെന്ന് നമ്മൾ നല്ലപോലെ സൂക്ഷിക്കും. പക്ഷെ നമ്മൾ മക്കളോട് പറയുന്ന അറിയോ, എനിക്കൊക്കെ ഒരു പെണ്ണുണ്ടായിരുന്നു, 8ാം ക്ലാസ് ഞാൻ തുടങ്ങിയിട്ട് 10ാം ക്ലാസ് വരെ ആ പരീക്ഷ ഉണ്ടാവും, അപ്പൊ എന്നോണ്ട പരീക്ഷ ചെയ്ത് നിനക്കൊക്കെ ദിവസം 4 പെണ്ണാണ്, ഇങ്ങനെ ഒരു സാധനം. അപ്പൊ പിസ്കൻ തന്ത എന്താ പ്രശ്നം അറിയോ? ഒരു ചായന്റെ പൈസക്ക് 2 പെണ്ണ് കിട്ടും. ഇപ്പോ 2 പെണ്ണല്ല, 3 റുപ്യക്ക പെണ്ണിന് അല്ലേ? അപ്പൊ നമ്മളെ കാലത്ത് 3 പൈസയുടെ ഒരു പെൻസിലിന്റെ വിലയെ ശരിക്കും ഇന്നൊരു പേനക്കുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ പേന വലിച്ചെറിയും. പക്ഷെ നമ്മളുടെ അന്ന് പെൻസിൽ എത്ര സ്ലേറ്റാ നമ്മൾ പൊട്ടിച്ചിരുന്നു, ഓർമ്മയില്ലേ? അതേപോലെ ഇപ്പൊ കുട്ടികൾ പേരുന്നു. അപ്പൊ നമ്മൾ പറയുന്ന അറിയോ, ഞാനൊരു പമ്പോണ്ട പരീക്ഷ എഴുതി, നിനക്കൊക്കെ എത്ര പേന? അത് മക്കൾക്ക് മനസ്സിലാവില്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ എന്റെ വാപ്പ മോളൊരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോ കുറച്ച് നടക്കുമ്പോ അങ്ങനെ കച്ചറുണ്ടാക്കി വാപ്പ പറയാ, എടി ഞാൻ 15 കിലോമീറ്റർ നടന്ന് കുന്നമംഗലം സ്കൂളിൽ പോയിട്ടാ പരീക്ഷ എഴുതി. അപ്പൊ മോളെന്നോട് ചോദിക്കാം, പാപ്പിച്ച് അന്നേ പിസ്കനല്ലേ, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയപ്പോഴേ. മക്കൾക്ക് ആ കാലം എന്താന്ന് അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. വേറൊരു സന്ദർഭത്തിൽ അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായത്, ഞാൻ പഠിച്ചത് കൊടുവള്ളി ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പൊ കൊടുവള്ളി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് 3 കിലോമീറ്റർ നടന്നാണ് സ്കൂളിലേക്ക് എത്തുക. അപ്പൊ ഞാൻ ഒരു ദിവസം മോളോട് പറയാം, 3 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ പോയത്, നിനക്കൊരു 30 മീറ്റർ കൂടി ഇല്ലല്ലോ. അപ്പൊ മോള് ചോദിക്കുക, വാപ്പിച്ച് 15 കിലോമീറ്റർ നടന്ന്, നിങ്ങൾ 3 കിലോമീറ്റർ നടന്ന്, പിന്നെ ഞാൻ നടക്കണോ? സത്യല്ലേ? നമ്മളുടെ കാലത്തിന്റെ സവിശേഷത കൊണ്ടുണ്ടായ ഒരു സാധനമാണത്. അതുകൊണ്ട് മക്കളെ മനസ്സിലാവാത്തത് നമുക്കാണ്, അല്ലാതെ നമ്മൾ അവർക്ക് മനസ്സിലാവായിട്ടല്ല. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പുതിയ കാലത്തെ കുട്ടികള് കുറെ അനുഭവങ്ങൾ നമ്മളെക്കാൾ കൂടുതലുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. അതുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് യുക്തിസഹമായിട്ടേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം അവരാദ്യം നമ്മളൊരു കാര്യം പറഞ്ഞാല് ആദ്യം അവർ ചെയ്യുക അത് ഗൂഗിളിൽ നോക്കുക അല്ലെ? നമ്മളൊരു സംശയം പറഞ്ഞാല് നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ വാപ്പാനോട് അമ്മാനോട് ചോദിക്കുക, മക്കള് ഗൂഗിളിൽ നോക്ക്. അതുകൊണ്ട് അവരോട് ഇല്ലാത്തത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പൊട്ടന്മാരായിട്ട് ഇപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ആകെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നത്, ഇപ്പൊ നമ്മൾ ഡൈനിങ് ഹാൾ എന്ന് വിളിക്കുന്ന അല്ലെ ലിവിംഗ് റൂം എന്ന് വിളിക്കുന്ന വടപ്പുറം എന്നായിരുന്നു പറയാം. വടായിപ്പുറം ഒരു തണയും ഒരു കട്ടിലൊക്കെ ഉള്ള ഒരു മുറി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെ ലിവിംഗ് റൂം എന്നാ വിളിക്കുക. അവിടെ മാത്രമാണ് ഒരു ക്ലോക്ക് ഉണ്ടാവുക. ഓരോ മണിക്കൂർ ഇടവിട്ട് 2 മണിയാകുമ്പോ ക്രീറ്റിൻ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ക്ലോക്ക്. ആ ക്ലോക്ക് മാത്രമാണ് എന്റെ വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ 7 മണിക്ക് മദ്രസയിൽ പോണെങ്കിൽ ഉമ്മ ഒരു 6 മണിയാകുമ്പോ 6:45 എണീറ്റ് വന്നോളൂ, എനിക്ക് പോണ്ടേ. അപ്പൊ 6 മണിയെ ശരിക്കായി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചവനെ 6:45 ചാടി എണീറ്റ് ടൈം നോക്കണല്ലോ, എവിടെ പോകണം? വടാപ്പുറത്ത് പോകുമ്പോ 6 മണിയായിട്ടേ ഉള്ളൂ. പിന്നെ കിടക്കാൻ നേരല്ല, എന്നാൽ അങ്ങോട്ട് പോകാൻ. ഇതാണ് എന്റെ കുട്ടിക്കാലത്തെ അനുഭവം. ഈ അനുഭവത്തിന്റെ പൊട്ടത്തരം വെച്ചിട്ട് ഞാൻ ഇപ്പൊ എന്റെ മോളെ 7 മണിക്ക് വിളിക്കേണ്ടെങ്കിൽ ഞാൻ 6 മണിക്ക് പോയിട്ട് 7 മണി എണീക്ക്, ഓളുമെല്ലാം മൊബൈലിലോ വാച്ചിലോ നോക്കും, ആ കിടന്നിടത്ത് തന്നെ. അതോടുകൂടി ഓള് വിചാരിക്കും ഈ തള്ളനെയും തന്തനെയും വിശ്വസിക്കേണ്ട. പ്രശ്നം മനസ്സിലായോ? അതാണ് പ്രശ്നം. ഇപ്പൊ എന്റെ മോൾ എന്നോട് ചോദിക്കുക, ഒരു ദിവസം മദ്രസയിൽ പോയി വന്നിട്ട് ഉപ്പ ഈ മൗലൂദ് 16ാം നൂറ്റാണ്ടില്ല അങ്ങനത്തെ ഒരു കാലം പറഞ്ഞോളാം, എനിക്ക് കറക്റ്റ് ഓർക്കില്ല. അതായത് കുറെ പുതിയ കാലത്ത് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അപ്പൊ നബിന്റെ കാലത്തില്ലാത്ത പിന്നുണ്ടാക്കിയ മൗലൂദ് പുതുതായി ഉണ്ടാക്കിയതല്ലേ? അപ്പൊ ശരിക്കും സുന്നികളല്ലേ പുത്തംവാദികൾ? മോളെ ചോദ്യം. എന്റെ ഉമ്മാനോട് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പറയുന്നതാരോ, ഓന് മുജാഹിദിന്റെ സ്വഭാവം തുടങ്ങി, അതാണ് തകരാറ്, ഉണ്ടാ പോയിക്കോടുന്ന്, മുല്യമാരൊക്കെ വിവരമില്ലാത്തവരാ, മര്യാദയ്ക്ക് അവിടെ നിന്നാ മതി എന്നാ പറയാ. എന്റെ ഉസ്താദ് അടിച്ചാല് എന്റെ ഉമ്മാനോട് പറഞ്ഞാലും ഉമ്മ എന്താ പറയാന്നോ, നന്നായി 2 എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഭാര്യയോട് പോയാൽ എന്റെ ഭാര്യയോട് എന്നാലോ, ഏത് ഉസ്താദ്
സെക്രട്ടറിനെ വിളിക്കും. അതാണ് വ്യത്യാസം. അങ്ങനെ നമ്മൾ പഠിപ്പിച്ച മക്കളെ. ഞാൻ മോളോട് ചോദിച്ചു, നീ എപ്പോഴും സ്കൂൾ വിട്ട് വന്നാൽ ഒരു നജാസീവിന്റെ കഥ അങ്ങനെ പറയാറുണ്ടല്ലോ. പറയലുണ്ട്. നജാസീവി അങ്ങനെയാണ്, നജാസീവി നല്ല ഡ്രസ്സാട്ടത്, നജാസീവിനെ കാണാൻ നല്ല ഭംഗിയാണ്, നജാസീവി നല്ലോണം പിടിക്കും, നജാസീവിന്റെ ഉപ്പ അങ്ങനെയാണ്, നജാസീവിന്റെ ഉപ്പ രാവിലെ നജാസീവിക്ക് ഉമ്മ കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ പറയും എല്ലാ ദിവസവും വന്ന്. ഞാൻ ചോദിക്കും, നീ എന്തിനാ ഈ നജാസീവിനെ ഇങ്ങനെ പറയുന്നത്? ഓളെനിക്ക് എത്ര ഇഷ്ടപ്പ. ഇഷ്ടമുള്ള ആളെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് ഒരു സന്തോഷം കിട്ടില്ലേ? ഞങ്ങൾക്കും അങ്ങനെ. ഞങ്ങൾക്ക് നബിനെ ഭയങ്കര ഇഷ്ടമുള്ള ആളെ പറ്റി ഞങ്ങൾ ഇങ്ങനെ പറയും. അതാണല്ലേ മൗലൂദ്. ഇഷ്ടം പറയാനുള്ള ഒരു പ്രത്യേക ക്രമത്തിൽ എഴുതിയ ഒരു സാധനം മാത്രമാണ് മൗലൂദ്. അപ്പോൾ ഓളെ പുത്തവാദം പോയി. അതിന് പകരം തീർന്ന് അല്ലേ ലിപ്സ്റ്റിക് ഇടാൻ വേണം. ഞാൻ പറഞ്ഞു ഇട്ടോ, പക്ഷെ പുറത്തേക്ക് പോകുമ്പോ ലിപ്സ്റ്റിക് ഇട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ഓള് ചോദിക്കാൻ എന്താ കാര്യം? എന്തിനാണ് ലിപ്സ്റ്റിക് ഇടുന്നത്? കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആരെ കാണാൻ? എന്നെ കാണാൻ. അപ്പൊ എന്നെ കാണുന്ന ആരാ? വേറെ ആരോ. അപ്പൊ ഒച്ച കുറഞ്ഞേ, വേറെ ആരോ നിന്നെ കണ്ടിട്ട് നിന്നെ ഇഷ്ടപ്പെടണം. അതിനാണല്ലേ നീ ലിപ്സ്റ്റിക് ഇടേണ്ടി വരിക. അല്ല അങ്ങനല്ല. പിന്നെ എങ്ങനെ? നീ വീട്ടിൽ നിന്ന് എത്ര ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു പ്രശ്നമില്ല. റോട്ടിലേക്ക് പോകുമ്പോ ലിപ്സ്റ്റിക് ഇട്ടാൽ എന്നെ ശരിക്കും പ്രശ്നം തുടങ്ങുന്ന അറിയോ? ഉസ്താദ് അവളോട് പറഞ്ഞ് ലിപ്സ്റ്റിക് ഇടുന്നവർ വേശ്യകളാണ്. ആ ഉസ്താദിനെ മദ്രസയിൽ പുറത്താക്കണം. അതാണ് ആവശ്യം. മൊത്തം ആളുകളെ വേശ്യാന്ന് വിളിച്ചു. അതാണ് അവളെ പരാതി. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു അവളോട്, അപ്പൊ എന്തിനാ ലിപ്സ്റ്റിക് ഇടുന്നത്? അതൊരു രസത്തിന്. അപ്പൊ വീട്ടിൽ നിന്നിട്ടാ പോരെ? അല്ല, പുറത്തേക്ക് പോകുമ്പോ എന്തിനാ ഇടുന്നത്? ആരെയും കാണാനല്ലേ? അങ്ങനെ ആരെങ്കിലും കണ്ട് ആരെങ്കിലും എന്നെ ആകർഷിച്ച് എന്റെ അടുത്തേക്ക് വരണം എന്ന് വിചാരിക്കുന്ന സ്ത്രീയെ വിളിക്കുന്ന പേരാണ് വേശ്യ. അത്രേ പ്രശ്നമുള്ളൂ. അതിന് പകരം നരകത്തിലിടും. എന്തിനങ്ങനെ? അങ്ങനെ ഇപ്പോഴത്തെ കുട്ടിയോട് പറയണ്ട. ഓർ ചോദിക്കുന്നത് സ്വർഗത്ത് പോയാൽ ബോറടിക്കൂലേ? സ്വർഗത്ത് പോയാൽ നമ്മൾ എടുക്കുക, എന്തെങ്കിലും ഒരു പണി ഉണ്ടാവാണ്, ഗെയിമൊക്കെ ഉണ്ടാവുമായിരിക്കില്ല. കാരണം നമ്മൾ പഠിപ്പിച്ച സ്വർഗം പോലും നമുക്ക് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത അത്രയും യുക്തിസഹമായി ചിന്തിക്കുന്ന തലമുറയെ പറ്റിയ കുട്ടികൾ. അവരെ നമ്മൾ ചിന്തിച്ച് മറുപടി പറയണം. ഭാര്യയോട് മറുപടി പറയേണ്ടതും ഭർത്താവിനോട് മറുപടി പറയുന്നതും വേറെ രീതിയിലാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാ. കുട്ടികൾ ഇപ്പം വളർന്നു വരുന്നത് കുട്ടിയും മുതിർന്നവരും തമ്മിൽ വ്യത്യാസമില്ല എന്നൊരു തലമുറയായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഞാനും ബാപ്പയും തമ്മിൽ ഭയങ്കര ഗ്യാപ്പാ. അന്ന് പ്രായമായവർക്ക് ഭയങ്കര സ്ഥാനാണ്. ആ സ്ഥാനം നമ്മൾ വീട്ടിലായിട്ട് ഉണ്ടാക്കിയതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉസ്താദിന് ചെലവുണ്ടാകുന്ന സമയത്ത് വീട്ടിലെ അവസ്ഥ എന്താ? ആകെ ഒരു വെപ്രാളാ. ഉസ്താദിന് ചെലവുണ്ട്, വേഗം ചിക്കൻ പോയി വാങ്ങിക്കേണ്ടി വരും. ഞങ്ങൾ മൊത്തം കുട്ടിക്കാലത്ത് കാണുന്നത് ഉസ്താദ് എന്ന് പറയുന്നത് ഭയങ്കര ബഹുമാനിക്കേണ്ട ഒരു വലിയ കൾട്ടാണ്. എന്നാൽ ഇപ്പോഴത്തതോ ഉസ്താദിന് ചെലവുണ്ട്, ടോട്ടലിലേക്ക് വിളിച്ചിറങ്ങി. അതല്ല ഒരു മദ്രസയിൽ ഒരു ക്ലാസ്സിന് പോയിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോ മദ്രസയിലെ 2 ഉസ്താദുമാർ എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് മുസാഫ ചെന്നൈ പൊറാട്ട നിന്ന് മടുത്ത് മാശങ്ങളാ പറഞ്ഞത്. നന്നായി. അന്ന് ഉസ്താദിന്റെ ചായന്റെ ബാക്കി കുടിക്കാൻ നമ്മൾ കാത്തുനിന്നിരുന്നു. ബാപ്പാന്റെ ബാക്കി ചായ കുടിക്കാൻ കാത്തിരുന്നു. കാരണം അന്ന് മധുരമുള്ള ചായ ഉസ്താദിനും ബാപ്പാക്കുക. അപ്പൊ കാരണവന്മാർക്ക് വലിയൊരു സ്ഥാനമുണ്ട്. എന്റെ വീട്ടിലൊക്കെ ബാപ്പാക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം ഒരു കസേര ഉണ്ടായിരുന്നു. അത് വാപ്പിച്ചിന്റെ കസേര. അതിലൊന്നും മക്കൾ ഇരിക്കാനേ പാടില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ബാപ്പയപ്പോ എനിക്ക് കസേര പോയിട്ട് മോളെ ലേശം നീങ്ങി ഇരിക്കുന്നു. ഇപ്പൊ നിലത്തങ്ങ് ഇരുന്നോളൂ, ഞങ്ങൾക്ക് എന്നോട് സ്ഥലമില്ല. വ്യത്യാസം മനസ്സിലായില്ലേ? സ്ഥാനം പണ്ടൊക്കെ പറയാറുണ്ടെന്നറിയോ? കാരണവന്മാരൊക്കെ വരട്ടെ, അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് അതേപോലെ ചെയ്യാം. ഇപ്പൊ എന്താ പറയാറ്? കാരണവന്മാരൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞു പോയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം. ഓരോ അഭിപ്രായം മുഖവിലക്ക് എടുക്കണ്ട അല്ലേ? പള്ളി കമ്മിറ്റി സെക്രട്ടറി ഒക്കെ പറഞ്ഞാല് നാട്ടുകാർ മുഴുവൻ കേൾക്കായിരുന്നു. ഇപ്പോഴോ സെക്രട്ടറിക്ക് ഇതല്ലേ കുട്ടികൾ കേൾക്കുന്നത്. പിന്നെങ്ങനെ കുട്ടികൾ കാരണവന്മാരെ ബഹുമാനിക്കുക? പിന്നെങ്ങനെ കുട്ടികൾ മുതിർന്നവരെ ബഹുമാനിക്കുക? അവര് വിചാരിക്കുന്നത് നമ്മളും അവരുമൊക്കെ ഒരേ റേഞ്ചാണെന്നാണ്. അതുകൊണ്ട് നമ്മളതാണ് മുത്തക്കീനെ ഇമാമ എന്ന് പറയുന്നത്. കുട്ടി മാറേണ്ട മാറ്റം നമ്മളിൽ കണ്ടു തുടങ്ങണം.
എന്നിട്ട് അങ്ങനെ സംസാരിക്കാൻ പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നത് 4 സൈക്കോളജി, കുടുംബം നാടും നന്നാവാൻ വേണ്ടി ചെയ്യേണ്ട 4 സൈക്കോളജി അഥവാ 4 ദീനും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, അഹങ്കാരം ഇല്ലാതാക്കലാണ് ഞാൻ പറഞ്ഞു. അഹങ്കാരം ഇല്ലാതാവാൻ വലിയ പാടാണ്. പക്ഷെ അഹങ്കാരം ഇല്ലാതാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. അതിന് ഞങ്ങൾ സൈക്കോളജിയിൽ പറയാ പരസ്പരം ഡോപ്പമിൻ കൊടുക്കണമെന്നാണ്. ഒരു നാട്ടിൽ നന്മ ഉണ്ടാവണമെങ്കിൽ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ പരസ്പരം ഡോപ്പമിൻ കൊടുക്കണം. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് അവാർഡ് ഹോർമോൺ എന്നാണ് അതിനെ വിളിക്കുന്ന വേറൊരു പേര്. അംഗീകാരം കൊടുക്കുക. ഒരു മനുഷ്യൻ 6 വയസ്സാവുമ്പോ തൊട്ട് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന 6ാമത്തെ വയസ്സ് തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. LKG UKG ക്ലാസ് പോയി നോക്കിയാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കളിക്കുന്നുണ്ടോ? എന്നാൽ ഒരു എന്താ പറയാ 1ാം ക്ലാസ്സിൽ എത്തുന്നതോടുകൂടി ആൺകുട്ടികളൊക്കെ ഒരു സൈഡ്, പെൺകുട്ടികളൊക്കെ ഒരു സൈഡ്. അപ്പോഴാണ് അവർക്ക് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നുള്ള ബോധം വരുന്നത്. ആ സമയം തൊട്ട് ഒരാള് തന്നെ കുറ്റം പറയുന്നത് ഇഷ്ടമേ ഇല്ലായിരുന്നു. അപ്പൊ പരസ്പരം കുറ്റം പറയുന്ന കാര്യം ഒഴിവാക്കുക. അതിന് നമ്മൾ പറയുന്ന ദീനെന്താ ചോദിച്ചാൽ, ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ബഷീറം വ നദീറ. ആദ്യം നന്മകൾ എടുത്ത് പറയാ, എന്നിട്ട് നദീറ, കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ നന്മ കാണുകയില്ല, കുറ്റം മാത്രം. അതാണ് കുടുംബം നശിക്കാൻ ഒരു കാരണം. ഭാര്യ ഒരു നല്ല കറി ഉണ്ടാക്കി നമ്മൾ വരുമ്പോ തിന്നാൻ കാത്തു നിൽക്കുക. പക്ഷേ നമ്മളപ്പോ ഭക്ഷണം കഴിച്ചിട്ട് വരികയായിരിക്കും. അപ്പൊ നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞ ഭാര്യ എന്ത് വിചാരിക്കും? എന്നിട്ട് ഭാര്യനെ ബോധിപ്പിക്കാൻ തിന്നാനിരിക്കും. എന്നിട്ട് തിന്നാനിരുന്നിട്ട് അതിനൊരു രസം ഉണ്ടാവില്ല. കാരണം വയറ് നിറഞ്ഞല്ലേ, 4-5 കുറ്റം തിന്താത് സാധനം. ആ ഭാര്യന്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുകയാണ്. മക്കൾ ഉറക്കൊഴിഞ്ഞിരുന്ന് രാത്രി പഠിച്ച് മാർക്കൊക്കെ വാങ്ങി വരിക. 100 മാർക്ക് കിട്ടേണ്ടടുത്ത് ഒരു 90 മാർക്കായി പോയി. 10 മാർക്ക് കുറഞ്ഞതിന് കുറ്റം പറയാം. അതിന് പകരം നീ കാര്യമായിട്ട് പഠിക്കാൻ കിട്ടുന്ന 90 മാർക്ക് കിട്ടി, നീ ആൾ എന്ത് ഉഷാറാ, നല്ലോണം പഠിച്ചിരുന്ന നിനക്ക് 100 കിട്ടൂലായിരുന്നു. അതാണ് ബഷീറം വ നദീറ. എടി നീ ഉണ്ടാക്കിയ കറിയൊക്കെ നല്ല രസാ, പക്ഷെ ഇന്നത്തെ കറിയിൽ എന്തോ ഒരു ഉപ്പ് കുറവുണ്ട് തോന്നുന്നു. ആ ഉപ്പും കൂടി ഉണ്ട്, കറി എന്ത് രസായിരുന്നു. പിറ്റേന്നോള് നല്ല കറി വെച്ചു. അതിന് പകരം എന്ത് കറിയാത്, ഉപ്പില്ല മുളകില്ല എന്ന് പറഞ്ഞാല് ഓക്ക് കറി വെക്കാനുള്ള എല്ലാ മൂടും പോകും. അതാണ് പ്രശ്നം. ബഷീറം വ നദീറ. അങ്ങനെയാണ് ഉമ്മമാര് മക്കളെ പപ്പടം വാങ്ങാൻ പറഞ്ഞേക്ക. ബഷീറം വ നദീറ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാ. മോൻ നല്ല മോനല്ലേ, മോൻ ഓടിപ്പോയി കുറച്ച് പപ്പടം വാങ്ങി വാ. ഉമ്മാന്റെ പൊന്നാര മോനല്ലേ, മോൻ ഓടിപ്പോയി പപ്പടം വാങ്ങി വരും. നിസ്കരിക്കാൻ പറയേ, പോത്തിന്റെ മാതിരി നടന്നോ, കുറെ നേരെ ഒന്നും എടുക്കില്ല, നിസ്കരിക്കൂല. അതിന് പകരം മോൻ നല്ല മോനല്ലേ, മോൻ വേഗം ഒന്നെടുത്ത് മഗ്‌രിബ് നിസ്കരിച്ച് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും, അല്ലെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും. എന്ത് നല്ലൊരു കുടുംബമായിരിക്കും അല്ലെ. നമ്മളൊരു എല്ലാ പോരായ്മകളുള്ള മനുഷ്യരിലടക്കം ഒരുപാട് നന്മകളുണ്ടാവും. അപ്പൊ ആദ്യം അവരുടെ നന്മ പറഞ്ഞിട്ട് അവരുടെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിക്കും. രണ്ടാമത്തേത് ഓക്സിറ്റോസിൻ എന്നാണ് പറയുന്ന പേര്. ലവ് ഹോർമോൺ എന്നാണ് അതിനെ വേറൊരു പേര് വിളിക്കുന്നത്. സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട 2 കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒന്ന് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്, നമ്മൾ അറിയാതെ പരിഗണന കൊടുക്കുന്ന ആളുകളും ഉണ്ടാവാം, നമ്മൾ അറിഞ്ഞ് പരിഗണന കൊടുക്കേണ്ട ആളുകളുണ്ടാവും. അങ്ങനെ പരിഗണന കൊടുക്കേണ്ട ആളുകളെയാണ് നമ്മൾ പരിഗണന കൊടുക്കണം എന്ന് പറയുന്നത്. തമ്മിൽ വ്യത്യാസം. നമ്മൾ പരിഗണിക്കുന്നത് നോർമലായി സംഭവിക്കും. അങ്ങനെ സംഭവിക്കാത്ത സ്ഥലത്ത് അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുക 1 കുട്ടികളുടെ കാര്യത്തിലാണ്, 2 സ്ത്രീകളുടെ കാര്യത്തിലാണ്, 3 പ്രായമായവരുടെ കാര്യത്തിലാണ്. അപ്പൊ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും നല്ല പോലെ പരിഗണിക്കും. ആ പരിഗണന കുട്ടികളെയും കുടുംബത്തെയും നന്നായി മാറ്റും. കാരണം പരിഗണന എന്ന് പറയുന്നത് ഒരു മനുഷ്യരെ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സാധനമാണ്. അതാണ് ഇസ്ലാം മതത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ യൂട്യൂബിൽ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം പറയാണ്, തിരുവനന്തപുരത്തിന് അപ്പുറമുള്ള എന്താ പാറശാല അല്ലെ, അത് കാസർഗോഡാണ്, എന്തായാലും അയാൾ പറഞ്ഞ സ്ഥലം നെടുമങ്ങാട് മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ ധാരാളം വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച ഒരാളാണ് ഞാൻ. ആ സന്ദർശിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ ഒരൊറ്റ വൃദ്ധസദനത്തിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുടെ ഞാൻ കണ്ടതേയില്ല. ആ സമുദായം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ എല്ലാരും തലയാട്ടി. ആ സമുദായം ഏതാണ്?
മുസ്ലിം സമുദായം. ബാപ്പാനെയും ഉമ്മാനെയും നോക്കുന്നത് ഇബാദത്താണ് എന്ന് തിരിച്ചറിഞ്ഞ സമുദായം. പക്ഷേ പുതിയ കാലം അത് മാച്ചുകൊണ്ടിരിക്കുക. അധികം വൈകാതെ വൃദ്ധസദനങ്ങളിലേക്ക് മുസ്ലിങ്ങൾ എത്തിത്തുടങ്ങും. നമ്മൾ ബോധപൂർവം മാറ്റിയിട്ടില്ലെങ്കിൽ. പ്രായമായവരെ നല്ല പോലെ പരിഗണിക്കണം. നമുക്ക് ഒരു മുസ്ലിമിന് 3 ബാപ്പയും 2 ഉമ്മയും ഉണ്ട് എന്നാണ്. 3 ബാപ്പയും 2 ഉമ്മയും. ഒരു ബാപ്പ സ്വന്തം ശരീരത്തിന്റെ ഉടമയായിട്ടുള്ള ബാപ്പ. രണ്ടാമത്തെ ബാപ്പ ഭാര്യയുടെയോ ഭർത്താവിന്റെ ബാപ്പ. രണ്ടാമത്തെ എന്ന് പറഞ്ഞ സെക്കൻഡ് എന്നർത്ഥത്തിലല്ല കേട്ടോ. 2 ആളിൽ 1 2 എന്നർത്ഥത്തിലാണ്. 2 ഭാര്യയുടെയോ ഭർത്താവിന്റെ ബാപ്പ. 3 അറിവിന്റെ ബാപ്പ, അറിവിന്റെ പിതാവ് എന്നാണ് അറബിക് കൺസെപ്റ്റ്. ഖൈറുൽ ആബാ എന്ന് ഉസ്താദിനെ വിളിക്കുന്ന പ്രയോഗമുണ്ട്. ഈ 3 ബാപ്പയിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബാപ്പയാണ് ഉസ്താദ്. അപ്പൊ നമ്മൾ 3 ആളെ നല്ല പോലെ പരിഗണിക്കണം. സ്വന്തം ബാപ്പാനെ, ഭാര്യയുടെ ഭർത്താവിന്റെ ബാപ്പാനെ, ഉസ്താദുമാരെ. അതാ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട സാധനം, നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട സാധനം. അതാ പ്രത്യേകം പരിഗണിക്കണം എന്ന് പറയുന്നത്. എന്റെ ബാപ്പ എന്റെ ബാപ്പ എന്ന് പറഞ്ഞ സാധനമല്ല, നമ്മളെ ബാപ്പയുള്ളൂ. കാരണം ഇസ്ലാമിൽ എന്തില്ല? അമ്മായിയമ്മയും അമ്മായിയച്ഛനും ഇല്ല, ബാപ്പയും ഉമ്മയും. ഞാൻ എന്റെ ഭാര്യയുടെ മാതാവിനെ തൊട്ടാൽ ഒന്നും അറിയൂല. ഞാൻ എന്റെ ഭാര്യയെ മൊഴി ചൊല്ലി ഭാര്യ അല്ലാതായി, എന്നാലും തൊട്ടാൽ ഒന്നും അറിയൂല. കാരണം എന്താ? ഒരിക്കലും ഉമ്മ അയാള് പിന്നെ ഉമ്മ അല്ലാതാവില്ല, ഒരിക്കൽ ഭാര്യ അയാള് പിന്നെ ഭാര്യ അല്ലാതാവും. പക്ഷെ ഒരിക്കലും ഉമ്മ അല്ലാതായ അയാള് പിന്നെ ഉമ്മ അല്ലാതാവൂല. എന്ത് മനോഹരാണ് ആ കൺസെപ്റ്റ് എന്ന് ആലോചിച്ചു. അപ്പൊ ഭാര്യയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ എന്റെ ബാപ്പയാ, ഭാര്യയുടെ മാതാവ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയാണ്. പക്ഷെ നമ്മുടെ നാട്ടില് എന്റെ ബാപ്പ, ഓള ബാപ്പ, ഓളമ്മ, അങ്ങനല്ല. ഭാര്യ ഭർത്താവല്ല, നമ്മൾ ഇണയും തുണയാണ്, ഒരേപോലെയുള്ള മനുഷ്യരാ അല്ലേ? പെണ്ണുങ്ങളാണെങ്കിൽ എന്റെ അമ്മ നിങ്ങളെ തള്ള, ഭർത്താവിന്റെ അമ്മ തള്ള, സ്വന്തം അമ്മ അമ്മ. അങ്ങനല്ലോ. ഭർത്താവിന്റെ അമ്മയെ ഉമ്മയെ പോലെ തന്നെ കാണുന്നുണ്ട്. ഭർത്താവുങ്ങൾ ഒഴിവാക്കിയാൽ അമ്മ തന്നെയാ, തള്ളല്ല അമ്മന്നെയാ. പക്ഷെ ഈ തള്ള ആവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഉമ്മ മോളെ പോലെ കാണണം. മോളെ പോലെ അല്ല മരുമോളെ കണ്ടത്, മോളേക്കാൾ ബഹുമാനിച്ച് കാണണം മരുമോളെ. മകന്റെ ഭാര്യയെ സ്വന്തം മോളേക്കാൾ പ്രാധാന്യത്തോട് കാണണം. അത് ഡോക്ടർ ഇൻ ലോയ, നിയമപ്രകാരം മോളായതാ, ജന്മം നൽകിയതല്ല. ജന്മം നൽകിയ മകൾക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. അങ്ങനെ അല്ലാത്ത മകൾക്ക് കടപ്പാടില്ലാഞ്ഞിട്ട് നമ്മൾ കടപ്പാട് കാണിക്കുന്നു. അവരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്. പക്ഷെ നമ്മൾ പരിഗണിക്കൂല. അതുകൊണ്ടാണ് തള്ളയാവുന്നത്. പ്രശ്നം മനസ്സിലായില്ലേ? മോള് വന്നില്ലെങ്കിലും ഉമ്മാന്റെ ഒരു ഡയലോഗാ, പെരുന്നാളായിട്ടും കൂടി ഓള് ഇങ്ങോട്ട് വന്നില്ല, അവിടുത്തെ തള്ള വിട്ടിട്ടാവില്ല. അപ്പൊ ഇവിടുത്തെ മരുവള് ഉമ്മ എന്നാ ഞാനങ്ങ് പോയാലോ, എങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ നീ വായ. അപ്പൊ ഇവിടുത്തെ തള്ള ഇത് തള്ളാണെന്നുള്ള മറന്നു. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ തള്ളയാവാതെ ഉമ്മയാവാനും മരുമോളെ മോളായി കാണാനും ശ്രമിക്കലാണ് നല്ല പരിഗണന. രണ്ടാമത്തേത് ടച്ചാണ്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല മാർഗം. അതുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കും. ഇസ്ലാം മതത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക വെൽക്കം സ്റ്റൈലാണ് അത്. മുനാക്കാത്തും മുസാഫയും. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ പോലും 2 കൈ കൊണ്ടാണ് ഇസ്ലാം കൊടുക്കുക. ആ ചേർത്ത് പിടിക്കലുണ്ടല്ലോ. ടച്ച് ഈസ് ദ മാജിക്കൽ ലാംഗ്വേജ് ഓഫ് ലവ് എന്ന സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ഭാഷയാണ് ടച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുസാഫത്ത് ചെയ്യുന്നത്. ആ മുസാഫത്ത് ചെയ്യിക്കുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം, അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ഭാഷ. 3-ാമത്തെ വയസ്സ് മുതൽ ഒരു മനുഷ്യർക്ക് ഈ ടച്ച് കിട്ടാനുള്ള ഇഷ്ടം തുടങ്ങുന്ന, അതായത് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഉമ്മ വെച്ച് നോക്ക്, അവിടെ തുടച്ചളെ. 3 വയസ്സായ കുട്ടി ഉമ്മ വെച്ചാൽ വരും, പിന്നെ ഉമ്മ വരാൻ. 3 വയസ്സാകുമ്പോഴാണ് കുട്ടി വന്നിട്ട് മണ്ണൊന്ന് എടുക്കുവോ, എന്നെ കെട്ടിപ്പിടിക്കുവോ, എന്നെ അണച്ചു വിട്ടോ, എന്റെ അടുത്ത് കിടക്കുവോ, എന്നെ കൊണ്ടുപോവോ എന്നൊക്കെ ചോദിക്കുക. കാരണം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രായം കൂടുന്തോറും കൂടിക്കൊണ്ടേയിരിക്കുന്ന. അതുകൊണ്ട് മക്കളെ എത്ര പ്രായമായാലും ചേർത്ത് പിടിച്ചുമ്മ കൊടുക്കണം. അതാണും പെണ്ണൊന്നും നോക്കണ്ട, ചേർത്ത് പിടിച്ചു നോക്കണം. മുസാഫത്ത് ചെയ്യൽ അത്രയും മനോഹരമായ സുന്നത്ത് വേറൊന്നുമില്ല. അതാണ് സൈക്കോളജി. കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമായിരിക്കും. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു ബൈക്ക് പോകുന്നത് ശ്രദ്ധിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയും ഭർത്താവും ബൈക്ക് പോകുമ്പോൾ ടച്ച് അങ്ങോട്ട് കൂടിയിട്ട് ബാക്കിൽ 2 ആൾക്ക് കയറാനുള്ള സ്ഥലം ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞാൽ നടുക്കൊരു ബാഗ് ചെയ്യണ്ടാവും. ടച്ച് കുറഞ്ഞതിന്റെ അർത്ഥം. ടച്ച് കൂടിയ സ്നേഹം കൂടും. വളരെ സിമ്പിൾ ആണത്. ഇനി 3-ാമത്തേത്
സെറോട്ടോണിൻ എന്നാണ് പറയാ. കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. അതാണ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ജമാഅത്തിന്റെ ആ 27 ഇരട്ടി കൂലിയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ഒരു ജമാഅത്തിന് കിട്ടുക. അപ്പൊ മക്കളോട് പോയി നിസ്കരിക്കുക പറയുന്നതിന് പകരം നമുക്ക് നിസ്കരിക്കാം. ഓ എന്തൊരു സന്തോഷം. അങ്ങനെ 12 വയസ്സായ ആൺകുട്ടിയാണ് എങ്കിൽ ആൺകുട്ടി ഇമാമ്, അമ്മയും പെൺകുട്ടികളൊക്കെ ബാക്കിൽ മൗമൂമ്. ഒരു മഗ്രിബ് നിസ്കരിച്ചാൽ 27 മഗ്രിബ് ഫ്രീ. എമ്മാരി ഓഫറാ. ഇവിടെ എന്താ ഹൈലൈറ്റ് മാളൊക്കെ വരുന്നുണ്ട്, ഓഫർ ഉണ്ടാവും നോക്കി നിൽക്കുക ആൾക്കാർ. പടച്ചോന്റെ ഓഫർ കാണാതെ അല്ലേ, ഒരു മഗ്രിബിന് 27 മഗ്രിബ് ഓഫർ. ഇത്രയാരാ ബൈ 1 ഗെറ്റ് 27. അതാണ് ആ ഓഫർ. അത്രയും നല്ല ഓഫറാ. എന്നാലോ പോയി നിസ്കരിക്കുന്ന പറയാന്നല്ലാതെ നമുക്ക് നിസ്കരിക്കാൻ നമ്മൾ പറയുന്നില്ല. 3 കാര്യം ഞാൻ പറഞ്ഞു. കൂട്ടമായി ചെയ്യൽ, പരിഗണന കൊടുക്കൽ, അംഗീകാരം കൊടുക്കൽ. ഇത് 3ഉമാണ് എല്ലാ കാര്യങ്ങളെയും ശക്തിപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരു ചെറിയ ഉദാഹരണം കേട്ടാൽ അത് മനസ്സിലാവും. നമ്മളുടെ വീട്ടില് 6 വയസ്സിന്റെയും 12 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ നിസ്കരിക്കാനായിരിക്കും നോമ്പെടുക്കാനാണോ കൂടുതൽ ഇഷ്ടം? 6 വയസ്സിന്റെയും 12 ഇടയിലൊക്കെ നിസ്കരിക്കാനാണോ നോമ്പെടുക്കാനാണോ കൂടുതൽ ഇഷ്ടം? നോമ്പെടുക്കാനല്ലേ. എന്താ അതിന്റെ കാരണം? ഈ പറഞ്ഞ 3 കാര്യവും നോമ്പിലാണുള്ളത്. ഒന്ന് കൂട്ടായ്മ അല്ലെ. നോമ്പ് നോൽക്കുമ്പോ എല്ലാവരും കൂടി നട്ടപ്പാതിരിക്കണിട്ട് ഒരുമിച്ച് നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണം കഴിക്കുക. നോമ്പ് തുറക്കുമ്പോ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന നോമ്പ് തുറക്കുക. അഥവാ നോമ്പങ്ങ നോറ്റില്ലെങ്കിൽ ഈ കൂട്ടത്ത് കൂട്ടൂല. നോമ്പൊക്കെ നോറ്റോല് തുറന്നിട്ട് പുറത്താക്കും. ഒടുക്കത്തെ കൂട്ടായ്മയാണ് നോമ്പിനുണ്ടാവുക. അല്ലെ ഒരുമിച്ചൊക്കെ ചെയ്യുള്ളൂ. ഒടുക്കത്തെ പരിഗണന ഉണ്ടാവും നോമ്പ് നോറ്റാൽ. അല്ലെ ഉമ്മാന്റെ ഒക്കെ ഒരു പരിഗണന കാണണോ, മോൻ കുറച്ചുകൂടെ കിടന്നോ, വെയിലുള്ളാൻ പോവണ്ട, എന്തിനാ അത്ര നേരത്തെ എണീറ്റത്, കുറച്ചുകൂടെ കിടന്നൂടെ, ജ്യൂസ് കുടിക്കി, ഒരു പത്തിനും കൊടുത്തിന്ന്. നോമ്പങ്ങാൻ നോറ്റില്ലത് മൊത്തം തലതിരിയും. അല്ലേ ഒത്തിന്റെ വരി കിടന്നുറങ്ങാം. എനിക്ക് ചായ തന്നിട്ട് പണിക്ക് പോകാൻ ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ നോമ്പൊന്നും നോൽക്കൂല. അഥവാ ഒരു 10 തിന്നാലും ഉള്ള 10 തിന്നാൻ വന്നതാ, ഉള്ള ജ്യൂസൊക്കെ കുടിക്കാൻ വന്നതാ, മൊത്തം തലതിരിയും. മൂന്നാമത്തത് ഒടുക്കത്തെ അംഗീകാര. എല്ലാരോടും പറയും 12 എണ്ണം നോറ്റിട്ടോ, മക്കൾക്ക് ആകെ വേണ്ടത് എണ്ണം തേക്കല. കാരണം അതാ നമ്മൾ പറയാ. അങ്ങനെ നിങ്ങൾ നിസ്കാരത്തിൽ വരുത്തി വെക്ക്, അങ്ങനെ നിങ്ങൾ പരീക്ഷയിൽ വരുത്തി വെക്ക്, അങ്ങനെ നിങ്ങൾ കുടുംബത്തിൽ വരുത്തി വെക്ക്. കുടുംബം മൊത്തം നന്നാവും. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ്, നമ്മളുടെ കുടുംബത്തിലെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ എപ്പോഴും നന്നാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മക്കൾക്ക് കാണിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ എങ്ങനെയാണ് നമ്മളുടെ മാതാപിതാക്കൾ വളർത്തിയത്, ആ മാതൃകക്കനുസരിച്ചാണ് നമ്മളൊക്കെ നന്നായത്. നമ്മളുടെ മക്കൾ ചീത്തയാവുന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃക കാണിക്കുന്നതിൽ പുറകോട്ട് പോയി എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഇസ്ലാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് മാതൃക കാണിക്കേണ്ടത് എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ അന്നൊരു സംശയമില്ല. പക്ഷേ നമ്മളുടെ പുതിയ കാലത്തെ മക്കളെ ഞാൻ വിളിക്കാറ് തല തിരിഞ്ഞു പോയ മക്കൾ എന്നാണ്. അങ്ങനെ തല തിരിയാനുള്ള കാരണം സോഷ്യൽ മീഡിയ തല തിരിച്ചു പിടിച്ച ഒരു സാധനമായതുകൊണ്ടാണ്. ഓസ്ട്രേലിയ കുട്ടികളെ സോഷ്യൽ മീഡിയ കാണുന്നത് നിരോധിച്ചത് അതുകൊണ്ടാണ്. ഈ തലതിരിഞ്ഞ കാലത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഹോട്ടലിൽ എഴുതി വെച്ചിരിക്കുകയാണ് വീട്ടിലെ ഊണ്. എല്ലാ ഹോട്ടലിലും വീട്ടിലെ ഊണ്. വീട്ടിൽ വന്നാലോ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേപോലെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മളുടെ കുട്ടിക്കാലത്ത് ഉമ്മ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാല് അന്നപ്പോരെ എന്താണോ ബാക്കിയുള്ള അതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ചട്ടിയിട്ട് തരും. അതിൽ രാവിലത്തെ പത്തിരി ഉണ്ടാവും, 10 മണിക്ക് പണിക്കാർക്ക് പുഴുങ്ങിയ കപ്പയുടെ ബാക്കി ഉണ്ടാവും, ഉച്ചക്കത്തെ ചോറുണ്ടാവും, ഉമ്മാന്റെ ഭാഗം ഒരു ഓംലേറ്റ് അതിന്റെ മുകളിൽ. അത് വീട്ടിലുണ്ടാക്കുന്ന മുട്ട ആയതുകൊണ്ട് ഒരു ഓംലേറ്റ് ഉണ്ടാവും. ഇപ്പൊ അതിന് 250 രൂപ ചട്ടിച്ചോറ്. അങ്ങോട്ട് വരുന്ന സ്ഥലത്തൊക്കെ എഴുതിച്ചിട്ടുണ്ട് ചട്ടിച്ചോറ്. അത് ഉമ്മന്ന് നമുക്ക് ബാക്കി വന്ന സാധനത്തിന്റെ പേരാ ചട്ടിച്ചോറ്. അതാണ് തലതിരിഞ്ഞ കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താമരശ്ശേരി 24 കിലോമീറ്റർ ഉണ്ട് ചുരത്തിലേക്ക്. അവിടുന്ന് ബൈക്ക് എടുത്ത് ചുരത്ത് പോവുക, കാടമുട്ട അതിനൊരു പ്രത്യേക വൈബാണ്. ഞങ്ങളുടെ നാട്ടിൽ അമ്മദ്ക്കാ വിചാരിച്ച് സാധുക്കൾ 24 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ ചുരത്തേക്ക് പോകണ്ട, ഞാൻ അവിടെ തന്നെ കാടമുട്ട ഉണ്ടാക്കിയാതിയല്ലോ. മൂപ്പരുണ്ടാക്കിയ കാടമുട്ട മൂപ്പരുണ്ട് നിന്നിട്ട്. ഇതാണ്. അതുകൊണ്ട് ആൺകുട്ടികൾ മുടി വെട്ടുക, പെൺകുട്ടികൾ മുടി വെട്ടുക. പണ്ടൊക്കെ ഏഞ്ചൽസ്, മാലാഖ എന്നായിരുന്നു ബസ്സിന് പേരിടുക. ഇപ്പൊ ബസ്സിന്റെ പേര് ചെകുത്താൻ.
ഒക്കെ തല തിരിഞ്ഞ് ഈ തല തിരിഞ്ഞ ലോകത്ത് കുട്ടികൾ നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് നമ്മളൊന്ന് കുട്ടികൾക്ക് നമ്മളെ മുതിർന്നവരൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക കൂടി വേണം. അതും കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു ആവശ്യം. നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, പരസ്പരം ചിരിച്ചുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട്, പരസ്പരം മുസാഫത്തും മുനാക്കാത്തും ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ മക്കളെ ആരാണ് ഉപ്പ ആരാണ് ഉമ്മ എന്നൊന്ന് പരിചയപ്പെടുത്തുക കൂടി വേണം. ആ പരിചയപ്പെടുത്തുന്നതിൽ നമ്മളുടെ തലമുറ, നമ്മളുടെ വാപ്പയമ്മയും നല്ല മാതൃക കാണിച്ചു വരാം. ഇപ്പൊ എന്റെ വാപ്പ എപ്പോഴും പറഞ്ഞ ഡയലോഗ്, ഉമ്മ അറിയാതെ ഒരു കാര്യം ഇവിടെ നടന്നു പോകരുത്, ഉമ്മാന്റെ സമ്മതം ഉമ്മ എന്താ അതിന് പറയുന്നത് നോക്ക്. അപ്പൊ ഉമ്മയാണ് ഫൈനൽ വേർഡ് എന്ന് എന്നെ ഉപ്പ പഠിപ്പിച്ചിരുന്നു. ഉപ്പ എപ്പോഴും പറയുന്നൊരു ഡയലോഗ് നിർത്ത അവസാനിപ്പിക്കാം. ഉസ്താദ് ഒന്നില്ലേ, ഉപ്പ എപ്പോഴും പറയുന്നൊരു ഡയലോഗ് എന്ന് പറയുന്നത്, അല്ല ഉമ്മ എപ്പോഴും പറയുന്ന ഡയലോഗ്, വാപ്പിച്ചിങ്ങോട്ട് വരട്ടടാ എനക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാപ്പാനോട് പറയും. ഞാൻ വിചാരിച്ചത് വാപ്പ എന്തോ ഒരു ഭീകരജീവിയാന്നാ, പാവം മനുഷ്യനാ. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നതിന് പകരം ഉമ്മാനോട് സമ്മതം ചോദിച്ചിട്ടേ ചെയ്യാവൂ എന്ന് എന്റെ വാപ്പ എന്റെ ഉമ്മാനെ പരിചയപ്പെടുത്തി. ഉപ്പ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കേണ്ട ഒരാളാണ് എന്ന്, അതായത് ഉപ്പ പറയുന്നതെല്ലാം അനുസരിക്കേണ്ട ഒരാളാണ് ഞാൻ എന്ന് ഉമ്മ എന്നെ പഠിപ്പിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ഉമ്മ എങ്ങനെ പഠിപ്പിക്കുന്നത്? എന്റെ ഉപ്പാനോട് പറഞ്ഞൊരു കാര്യമില്ല, 5 ദിവസത്തിന്റെ വിവരമില്ല, വലിയ പ്രൊഫസറാ പോലും. ഇങ്ങനെയാണ് എന്റെ ഭാര്യ പറയാ. ഞാൻ പറയോ ഉമ്മ അറിയണ്ടട്ടാ, ഉമ്മ അറിഞ്ഞ കൊള. പ്രശ്നം മനസ്സിലായില്ലേ? അപ്പൊ ഉപ്പാനെ പരിചയപ്പെടുത്തേണ്ടത് ഉമ്മയായിരുന്നു, ഉമ്മാനെ പരിചയപ്പെടുത്തേണ്ടത് ഉപ്പയായിരുന്നു. അവർ രണ്ടുപേരും ചെയ്യുന്നില്ല. ഉമ്മാനെ ഉപ്പയും പരിചയപ്പെടുത്തുന്നില്ല, ഉപ്പ ഉമ്മാനെയും പരിചയപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഉപ്പ തന്നെ ഉപ്പാനൊന്ന് പരിചയപ്പെടുത്തും. മനുഷ്യൻ എങ്ങനെ അധ്വാനിച്ചിട്ടാണ് ഈ പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്? രാവും പകലും പണിയെടുത്തിട്ടാ. നിനക്കൊന്നാകെ സ്കൂളിൽ പോയി മര്യാദയ്ക്ക് പഠിച്ചാൽ മാത്രം മതി, അതിനും കൂടി എനിക്ക് പറ്റൂലല്ലേ? അപ്പൊ മക്കളോട് എന്നെ സ്കൂളിൽ പറഞ്ഞേക്കാൻ ഫീസ് എടുക്കാൻ ഞാൻ പറഞ്ഞ സ്വൈര്യം തന്നാ മതി. ഉമ്മ പറയപ്പോഴെന്നറിയോ, എന്നെ 10 മാസം വയറ്റിലിട്ട് പൊറ്റി തന്നൊരു വിചാരം നിനക്ക് വേണ്ടേ? ഞങ്ങൾക്ക് 2 മാസം കൊണ്ട് വിറ്റൂടെ? 10 മാസങ്ങളെ വയറ്റ് കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടത് നിങ്ങൾക്കുണ്ടോ വിചാരം? എന്താ കാരണം എന്നറിയോ? ചന്തു നല്ല തല്ലുകാരനാണെന്ന് ചന്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതാണ് പ്രശ്നം. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാ, ഒരൊറ്റയടിക്ക് 2 ആളെ ഞാൻ തള്ളിടുമെന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ പറയാ? തള്ളു, കൊടുക്കത്ത തള്ളു അല്ലേ? അതിന് പകരം വേറൊരാൾ സെക്രട്ടറിയോ അല്ലെ സ്വാഗതം പറഞ്ഞാലോ പറയാണ്, ഇയാള് കാണുമ്പോലും നല്ലട്ടോ ഒരൊറ്റയടിക്ക് 2 ആളെ തള്ളിടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണിട്ടി നോക്കും. ചന്തു നല്ല തല്ലുകാരനാണ് അല്ലെ ആണ്ടി അടിക്കാരനാണെന്ന് ആണ്ടി അല്ല പറയേണ്ടത്, ആണ്ടിയുടെ അടി കണ്ടാണ് പറയണം. ബാപ്പാന്റെ കഷ്ടപ്പാട് ബാപ്പയല്ല പറയേണ്ടത്, ബാപ്പാന്റെ കഷ്ടപ്പാട് കാണുന്ന ഉമ്മ പറയണം. അതിനാദ്യം ഉമ്മാക്കും തിരിയണം ബാപ്പാന്റെ കഷ്ടപ്പാട് എന്താ. ഞാൻ കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു പരിപാടി തൃശ്ശൂര്, രാവിലെ 8 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 3 മണിക്ക് എനിക്ക് നാട്ടിലുള്ള ഒരു ചടങ്ങിലും പങ്കെടുക്കണം. അപ്പൊ ഞാൻ ഒരു വണ്ടി ഓടിക്കാൻ കൂടി ഒരാളെ കൂടെ കൂട്ടിയിട്ടാണ് അന്ന് തൃശ്ശൂർ പോയത്. 11 മണിക്ക് പരിപാടി കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് 11 ഞങ്ങൾ ഇറങ്ങി. ഏതാണ്ട് ഒരു വെളിയങ്കോട് എന്നൊക്കെ പറയുന്ന ഹൈവേയിൽ കയറാൻ വേണ്ടി ആ വഴിക്ക് വന്നപ്പോ അവിടെ എത്തിയപ്പോ പെരും വെയിൽ എന്ന് പറഞ്ഞ പെരും വെയിൽ. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് റോഡിലേക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ട്. കാറിൽ AC ലോ എന്ന് പറയുന്ന ഭാഗത്തിട്ടിട്ട് ഫാനിന്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്നോടൊപ്പമുള്ള എന്റെ സുഹൃത്ത് പറയാണ്, നമ്മൾ കുറച്ചു നേരം മരത്തണല്ല അവിടെ സൈഡാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാലോ? ഞാൻ പറഞ്ഞു എനിക്ക് 3 മണിക്ക് എത്തണം, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ പോകുന്നത്. കുറച്ചിങ്ങോട്ട് വരുമ്പോ സർവീസ് റോഡിലേക്ക് കയറില്ല. ആദ്യം കുറച്ച് ഹൈവേയിൽ വരും, പിന്നെ സർവീസ് റോഡ് തുടങ്ങുന്നത് മുഴുവൻ പെരും പൊടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ കിഴി കാറാ, നന്നായിട്ട് പൊടിയാവും. എന്റെ കാറിൽ പൊടിയാവുന്നതിന് എനിക്കൊരു ആശങ്ക. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ നിന്ന് ആ വെയിൽ മുഴുവൻ കൊണ്ടുകൊണ്ട് ആ പൊടി മുഴുവൻ ശ്വസിച്ചുകൊണ്ട് ഒരു കിറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് 1.5 കിലോ 100 എന്ന് വിളിച്ചു പറയണ്ടായി. ആ മനുഷ്യൻ ആ വെയിൽ കൊള്ളുന്നത് അയാളുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ്. അയാള് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ മക്കള് വെയിലത്തുനിന്ന് കളിക്കുകയാണെങ്കിൽ അയാൾ പറയും, മക്കളെ വെയിലുള്ളല്ലേ, മുഖം കരുവാളിച്ചു പോലെ.
ഭാര്യ വെയിലത്ത് നനക്കുകയാണെങ്കിൽ അയാൾ പറയും എടി ഒന്ന് വെയിൽ താന്നിട്ട് അലക്കിയാ പോരെ, നീ എന്തിനാണ് ഈ വെയിൽ ഇങ്ങനെ കൊള്ളുന്നത്? പക്ഷെ അയാൾ കൊണ്ട വെയിൽ മാത്രം അയാളുടെ ഭാര്യയോ മക്കളോ കാണൂല. എന്നിട്ട് ഭാര്യ പറയാ ഉപ്പാക്കൊരു സ്നേഹവും ഇല്ല, ഒന്നും വാങ്ങിത്തരുന്നില്ല, ഒന്നും എവിടെയും കൊണ്ടുവന്നില്ല. ഇതാണ് മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം. ഉപ്പാക്കുള്ള സ്നേഹമാണ് ഉപ്പ കൊള്ളുന്ന വെയില്. ഉപ്പ വെയിൽ കൊള്ളാൻ പോകുമ്പോ സൺസ്ക്രീൻ തേച്ച് നമ്മൾ കൊടുക്കാറില്ല. നമ്മളുടെ മുഖത്ത് ടാനാവാതിരിക്കാൻ സൺസ്ക്രീൻ വാങ്ങിത്തരുന്ന ഉപ്പ വെയിൽ കൊള്ളേണ്ടത് മക്കളെ. നമ്മൾ അനുഭവിക്കുന്ന തണലൊക്കെ ഉപ്പ കൊണ്ട വെയിലാണ് മക്കളെ എന്ന് നമുക്കെന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്? ഏതു വലിയ പണക്കാരാണെങ്കിലും അവർക്കൊക്കെ ഒരു ഉരുകുന്ന മനസ്സുണ്ട്. മുകേഷ് അംബാനി 4 മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങുന്നത്. അങ്ങനെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്ന നമ്മളുടെ ആണുങ്ങളെ നിങ്ങളിങ്ങനെ പോകുമ്പോൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ ചുഴലുകളാണ്, എന്തൊക്കെ അധ്വാനങ്ങളാണ്, എന്തൊക്കെ പ്രവർത്തികളാണ് ഓരോ മനുഷ്യരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഞാൻ ഗൾഫിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ചില ഈ മലയാളികൾ താമസിക്കുന്ന സ്ഥലത്ത് 2 അടിക്കുള്ള കട്ടില, അത് 2.5 അടിയാണ് ആകെ അതിന്റെ വീതി. അവര് തന്നെ പറയുന്നത് ഞങ്ങളുടെ ഭൂമിയിലെ ഖബറാണ്. ഒന്ന് തിരിഞ്ഞും മറിഞ്ഞ് കിടക്കാനുള്ള സ്ഥലമില്ല, മുകളിൽ കിടക്കാൻ ആളില്ല, താഴെയാണ് എല്ലാവരും കിടക്കാൻ ഇഷ്ടം. ഈ താഴെ കിടക്കുന്ന ആള് നാട്ടിൽ പോയാൽ മുകളിൽ കിടക്കുന്ന ആൾക്ക് സന്തോഷം, താഴെ ഇറങ്ങി കിടക്കാനല്ലോ. കാരണം എന്താണെന്നറിയോ, കടയിൽ പോയി ക്ഷീണിച്ച് വരുമ്പോ നേരെ കട്ടിന്മേലേക്ക് വീഴുക. പക്ഷെ അയാളുടെ ഭാര്യയും മക്കളും അപ്പം നാട്ടില് 6 അടി കട്ടിലിന്റെ മുകളിലെ ഏറ്റവും നല്ല മാട്രസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കിയിരിക്കും. അവിടെ സുപ്ര എന്ന് വിളിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ നിലത്ത് കൊണ്ടുവന്ന് വിരിക്കും. എന്നിട്ട് കുക്കറിന്ന് എടുത്തിട്ട് ഒന്നായിട്ട് അതിലേക്ക് അങ്ങോട്ട് തട്ടും. എല്ലാരും കൂടെ അതിൽ വാരി തിന്നും. അവര് പരസ്പരം പറയും ഞങ്ങളത്ര സുന്നത്തെടുക്കുന്നവർ വേറെ ആരും വേറെ, ഞങ്ങൾ ഒരു സൂപ്രയെന്ന് എല്ലാരും ഭക്ഷണം കഴിക്കല്. പക്ഷെ അയാളുടെ ഭാര്യയും മക്കളപ്പോ 6 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഏറ്റവും മനോഹരമായ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കായിരിക്കും. അയാൾ അങ്ങനെ 10 or 20 കൊല്ലം അവിടെ നിന്ന് നാട്ടിൽ നല്ല വീടൊക്കെ ഉണ്ടാക്കി മക്കളൊക്കെ ഒരു വഴിക്കായി തോന്നുമ്പോൾ അയാൾ ഗൾഫ് നിർത്തി വന്നാല് നാട്ടുകാർക്കും വീട്ടുകാർക്കും അയാൾ ഒരു ശല്യക്കാരനായിട്ട് മാറും. ഭാര്യ അങ്ങനെ പറയും മൂപ്പര് നാട്ടിൽ നിന്നിട്ട് ഇനി പോകുന്നില്ല പോലും, എനിക്കിപ്പോ ഒന്നിനും നേരല്ല, മൂപ്പരൊന്ന് പോയാ മതി. അയാളുടെ ഭാര്യയുടെ മാതാവ് പറയും ഓക്ക് ഒന്നിനും നേരല്ലേ പ്രിയാപ്പിള പോകാത്തത് കൊണ്ട് എന്ന്. ആ വാക്കിലെ കാഠിന്യമെങ്കിലും നമ്മൾ തിരിച്ചറിയണ്ടേ. ആ മനുഷ്യൻ ഉരുകിയിട്ടാണ് നമ്മൾ ഈ മനോഹരമായ വീട്ടിൽ താമസിക്കുന്നത്, ഈ മനോഹരമായ കട്ടിൽ കിടക്കുന്നത്, ഈ നല്ല ഭക്ഷണം കഴിക്കുന്നത് എന്ന് മക്കളെ പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മയല്ലാതെ വേറെ ആരാണ്? ആ ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കണം, മോനെ ഉപ്പ അധ്വാനിച്ചിട്ടാണ് ഇങ്ങനൊക്കെ ഉണ്ടായത്, മോൻ പഠിച്ച് നല്ല ആളായിട്ട് ഉപ്പാനെ രാജാവിനെ പോലെ വാഴിക്കണം. അങ്ങനെ രാജാവായിട്ട് ഉപ്പ നിൽക്കുമ്പോ നമുക്ക് രാജകുമാരനും രാജ്ഞിയും ഒക്കെ ആയിട്ട് വാഴാൻ പറ്റും. ഉപ്പയെ രാജാവാക്കാൻ ഉമ്മാക്ക് പറ്റും. ഉപ്പ മക്കൾ അടുത്ത് വിളിച്ചിട്ട് പറയണം എന്റെ ഉമ്മാന്റെ ഒരു സ്നേഹം എന്താന്ന് എനിക്കറിയോ, എന്നെ 3 മാസം ഗർഭിണിയായപ്പോ ഉമ്മ ഛർദിയോട് ഛർദിയായിരുന്നു, എന്നാലും ഉമ്മ വെള്ളം കുടിക്കും. അപ്പൊ ഞാൻ പറയുന്നത് വെള്ളം കുടിച്ചില്ലേ ഛർദിക്കുന്നതെന്ന്. അങ്ങനെ ഛർദിക്കുമ്പോ ഉമ്മ പിന്നെയും വെള്ളം എടുത്ത് കുടിക്കും. ഞാൻ ദേഷ്യം പിടിച്ചപ്പോ ഉമ്മ പറഞ്ഞത് എന്റെ വയറ്റിലുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത്. അന്ന് നിനക്ക് കയ്യോ കാലോ ഇല്ലായിരുന്നു, കണ്ണോ മൂക്കോ ഇല്ലായിരുന്നു, എന്നിട്ടും നിന്നെ സ്നേഹിക്കായിരുന്നു ഉമ്മ. നിനക്ക് വേണ്ടിയാണ് ഉമ്മ വെള്ളം കുടിച്ചത്. 6 മാസം നിന്നെ ഗർഭിണിയായപ്പോ അമ്മ അങ്ങനെ സ്വപ്നം കാണായിരുന്നു, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു അത്. ഗർഭിണിയായി പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിലേക്ക് പോകുമ്പോ ഉമ്മ മരിച്ചു പോവുകയാണെന്നാ പറഞ്ഞത്. പക്ഷെ അന്നേരം ഉമ്മ പറഞ്ഞത് എന്റെ മക്കളെ മുഖം കാണാതെ മരിപ്പിക്കല്ല തമ്പുരാനെ എന്നാണ് ഉമ്മ ദുആ ചെയ്തത്. അങ്ങനെ നിന്റെ കുഞ്ഞു മുഖം ആദ്യമായി ഉമ്മ കണ്ടപ്പോ ആ ഉമ്മാന്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരി നേരിട്ട് കണ്ട ആളാ ഞാൻ. പക്ഷെ ഇപ്പൊ എന്റെ മുഖം കാണുമ്പോ ഉമ്മാക്ക് ആ പുഞ്ചിരി വരുന്നില്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ടെന്നുള്ള അർത്ഥം. ആ ഉമ്മാനെ നീ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ. അങ്ങനെ ഉമ്മാനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് എല്ലാ സൗഭാഗ്യവും വരും. നീ എല്ലാ പരീക്ഷയിലും പാസ്സാവും. നീ ഈ ലോകത്ത് തന്നെ നിനക്ക് പടച്ചോൻ അങ്ങനെ സൗഭാഗ്യം തരും. കാരണം പടച്ചോൻ പറഞ്ഞത് ഉമ്മയാണ് സ്വർഗം. ഉമ്മ കാല് കൊണ്ട് അമർത്തി പിടിച്ചു വെച്ചതാ. ആ കാല് തള്ളിയിട്ടിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്, കാല് നമുക്ക് വേണ്ടി മാറ്റിത്തരും. ആ സ്വർഗത്തിലേക്ക് നിനക്ക് പോകാൻ ഉമ്മ മാത്രം മതി മോനെ എന്ന് പറയുന്ന മക്കള് അനുസരണല്ലാത്തവരാവൂല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഉമ്മാനെ സ്നേഹിക്കുക,
സ്നേഹിക്കുന്നതും നമ്മൾ ഉപ്പാനെ സ്നേഹിക്കുന്നതും ഒക്കെയാണ്. അപ്പോഴാണ് നമ്മളെ സ്നേഹിക്കുന്ന മക്കളായിട്ട് അവർ മാറുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇപ്പം അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മളുടെ വാപ്പയൊന്നും അനുഭവിക്കാതെ പോയ അല്ലെ ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ്. അന്ന് ഒരു പെരുന്നാളിന് പോലും നെയ്ച്ചോറുണ്ടാവില്ലായിരുന്നു. നമ്മളിപ്പോ ആഴ്ചയിൽ നെയ്ച്ചോറ് തിന്നുമ്പോൾ ആ മനുഷ്യരെ മറന്നു പോകരുത്. അന്ന് പാല് കുടിച്ച ചായ എല്ലാ ദിവസവും കിട്ടൂലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് പല സമയങ്ങളിൽ പാലൊഴിച്ച് ചായ കഴിക്കുമ്പോൾ ആ മനുഷ്യരെ മറന്നു പോകരുത്. അവരൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ പ്ലാറ്റ്ഫോമിലാണ് ആ നമ്മളുടെ ജീവിതം ഇത്ര മനോഹരമായി മാറിയത്. അതിനു വേണ്ടി അധ്വാനിച്ച മനുഷ്യരെ എപ്പോഴും ഓർക്കണം. അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അവർക്ക് നമുക്ക് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച ആ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് പടച്ചോനുള്ള ശുപാർശ മാത്രമാണ്. ആ ശുപാർശയാണ് ദുആ. ആ ദുആയിൽ എല്ലായ്പ്പോഴും മാതാപിതാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ദുആ ചെയ്യുക. വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്തൊക്കെ മലയാളത്തിൽ ഉറക്കെ ദുആ ചെയ്യുക. ആ ദുആയിൽ മക്കളെ നന്നാക്കണേ എന്ന് മക്കൾക്ക് തന്നെ ദുആ ചെയ്യുക. പാപ്പാനെയും മാനെയും അവരുടെ വിശാലമാക്കി കൊടുക്കണേ എന്ന് മക്കൾ കേൾക്ക തന്നെ ദുആ ചെയ്യുക. അപ്പോഴാണ് അവരത് പഠിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുകൊണ്ട് ഉറക്കെയാണ് ദുആ ചെയ്യേണ്ടത്. അത് മക്കൾ കേൾക്കുകയാണ് ദുആ ചെയ്യേണ്ടത്. മക്കൾക്ക് മനസ്സിലാവാനാണ് ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു ഉപ്പയും ഒരു ഉമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ബന്ധവും നല്ല സ്നേഹവും ഒക്കെ ഉണ്ടാവും. വിട്ടുവീഴ്ചയാണ് എല്ലാ ബന്ധത്തിന്റെയും അടിത്തറ എന്ന് മനസ്സിലാക്കി ഈ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും ദുആ ചെയ്യുക. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുടെ സമയമുണ്ടോ? ഉസ്താദ് വന്നെന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെ സംസാരിക്കുന്നത്. നമ്മളുടെ ഒരു കാര്യം കൂടി ഉസ്താദ് സൂചിപ്പിച്ചത് നമ്മളുടെ സാമ്പത്തികമായ ഒരു കാര്യത്തെ കുറിച്ചുള്ളായിരുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, പണം സമ്പാദിക്കലല്ല ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തം. അല്ലാഹു അക്ബർ എന്ന് ഓർക്കുന്ന ആൾക്ക് പണം സമ്പാദിക്കേണ്ട ആവശ്യം വരില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച ഒരാള് അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു. മഹാനായ അലക്സാണ്ടർ. ആ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തിന് അത്രയും സ്വത്തുക്കൾ സ്വന്തമാക്കിയ ആളാണ്. ലോകത്തിൽ ഒരുപാട് ലൈബ്രറികൾ കൊള്ളയടിച്ച ആളാണ്. അതുകൊണ്ട് അറിവും സമ്പത്തും ഏറ്റവും കൂടുതൽ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ മരണാസന്നമായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ട് പണ്ഡിതന്മാർ ചോദിച്ചു, ഇത്രയും സമ്പാദിച്ച ഇത്രയും അറിവ് നേടിയ അങ്ങേക്ക് പുതുതലമുറക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ? അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എന്റെ ശവമഞ്ചത്തിന് 2 ദ്വാരം ഉണ്ടാക്കണം. 2 കൈകളും ആ ശവമഞ്ചത്തിൽ നിന്ന് പുറത്തേക്ക് ഇടണം. ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ മനുഷ്യനായ ഞാൻ ശൂന്യമായ കൈകളുമായിട്ടാണ് ഈ ലോകത്ത് പോകുന്നത് എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കട്ടെ. നമ്മൾ ശൂന്യമായ കൈകൾ കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 എണ്ണമാണ്. നല്ല ഇൽമ് സമ്പാദിക്കുകയും ഇൽമ് സമ്പാദിക്കാൻ പണം ചെലവഴിക്കുകയും ചെയ്യും. 2, നിലനിൽക്കുന്ന സദക്ക. നിലനിൽക്കുന്ന സദക്ക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കൽ മാത്രമല്ല സദക്ക. ശരീരം കൊണ്ട് സദക്ക ചെയ്യാം, സംസാരം കൊണ്ട് സദക്ക ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. നമ്മളുടെ അടുത്ത് പൈസ ഇല്ല, പക്ഷെ അധ്വാനിക്കാനുള്ള കഴിവുണ്ട്. പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചാൽ മതി, മദ്രസക്ക് വേണ്ടി അധ്വാനിച്ചാൽ മതി, അല്ലേ? അതാണ് സദക്ക എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നല്ല മക്കൾ. അതിന് നല്ല മദ്രസയും നല്ല പള്ളിയൊക്കെ നാട്ടിലുണ്ടാവണം. ഇതാണ് സമ്പാദ്യമായിട്ട് വേണ്ടത്. രണ്ടാമത്തേത് പണം എന്ന് പറയുന്നത് നമ്മളെ ചെലവഴിക്കുന്നതിനനുസരിച്ച് പണം വന്നുകൊണ്ടേയിരിക്കും. ചെലവഴിക്കാതെ വെക്കുന്നവർക്ക് പഠിച്ചോനറിയാം അവർക്ക് ചെലവാക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് പഠിച്ചവർക്ക് കൊടുക്കുകയില്ല. അതാണ് പ്രശ്നം. ചെലവഴിക്കുന്നവർക്ക് പഠിച്ചവർക്ക് കൊടുത്തോണ്ടിരിക്കും. ചെലവഴിക്കുന്നത് ദൂർത്താവാതിരിക്കുക എന്നത് മാത്രമാണ് പ്രധാനം. മൃഗങ്ങളുടെ സ്വഭാവം നമുക്ക് വന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ ദൂർത്തുകൾ കൂടുന്നത് കൊണ്ടാണ്. ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും തമ്മിൽ 3 സാധനം. നമ്മള് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അർജന്റ് എന്നാണ് പറഞ്ഞ പേര് തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുക. അത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത്യാവശ്യത്തിന്റെ അളവ് കുറയും.
ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അനാവശ്യത്തിന് വേണ്ടി നമ്മൾ കരുതി വെച്ച് പണം ബാക്കിയാവുന്നത് കൊണ്ട് അനാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു പോകും. അത് ഒഴിവാക്കിയാൽ മതി. അപ്പൊ അത്യാവശ്യത്തിനും ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫാമിലി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പണം ഒരുപാട് കിട്ടുന്നുണ്ട് എങ്കിൽ ആ കിട്ടുന്നതിനനുസരിച്ച് ചെലവഴിക്കുകയും അതിൽ നിന്ന് നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ആവശ്യമായത് എന്താണ് മനസ്സിലാക്കി വെക്കുകയും ചെയ്യലാണ് അത്യാവശ്യവും ആവശ്യവും എന്ന് പറഞ്ഞു. വ്യത്യാസം മനസ്സിലായോ? അതായത് എനിക്ക് ഇപ്പൊ എന്റെ കയ്യില് കാറുണ്ട്. ഈ കാറ് എന്റെ ആവശ്യമാണ്. എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ സമയത്തിന് എത്തണമെങ്കിൽ എന്റെ ആവശ്യം. ആ കാറ് എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത കാറാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ അത് അനാവശ്യം. തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് കാറ് വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല. പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്, പൈസ കയ്യിലില്ല. അപ്പൊ ഞാൻ അതെന്താക്കൂല, അത്യാവശ്യമാവൂല. പക്ഷെ എന്റെ ഉമ്മാക്ക് അറ്റാക്ക് വരുന്നു, ഉമ്മാക്ക് ചികിത്സിക്കണം, അത് അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അത്യാവശ്യം നിറവേറ്റുകയും ആവശ്യത്തിന് വേണ്ടി പണം മാറ്റിവെക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അനാവശ്യത്തിൽ നിന്ന് ഒഴിവായി പോകും. അതാണ് ഒരു ബഡ്ജറ്റിന്റെ മിനിമം സാധനം. അപ്പൊ കാറ് വാങ്ങാൻ വേണ്ടി ഞാനൊരു തുക കുറിയിലോ മറ്റോ ഇട്ട് നിക്ഷേപിച്ചു. അതേസമയം ഞാൻ അത്യാവശ്യമുള്ള ചെലവുകളൊക്കെ നിർവഹിച്ചു. ഇത് കുറിയിൽ മാസം അടക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് അനാവശ്യം ചെയ്യാനുള്ള പൈസ ഇല്ല. അപ്പൊ പ്രശ്നം തീർന്നു. അതേസമയം ഞാൻ കാറ് വാങ്ങണം എന്ന് വിചാരിച്ച് നടക്കുകയോ അല്ലെങ്കിൽ കാറ് വാങ്ങാനുള്ള പൈസ ഇല്ലാത്തപ്പോൾ തന്നെ ഞാൻ ആദ്യം പോയിട്ട് കാറ് വാങ്ങുകയോ ചെയ്താൽ ഞാൻ അതിന് ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുക്കുമ്പോൾ എന്റെ അത്യാവശ്യം പോലും നിറവേറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് ബഡ്ജറ്റിന്റെ ഒരു മിനിമം സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആവശ്യം അറിഞ്ഞ് അത്യാവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായാൽ നല്ല ഒരു സാധനമായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, സമ്പാദ്യം എന്ന് പറയുന്നത് 3 കാര്യമാണ് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇൽമ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്ന് കിട്ടുന്നത് നൽകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നല്ല മക്കളെ കിട്ടും. 3 കാര്യവും ഒരുമിച്ച് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇൽമ് നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ദുആ ചെയ്യുക. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറെടുത്ത് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളെ നല്ല സ്നേഹമുള്ള മക്കളാക്കി അല്ലാഹു തആല വളർത്തി തരുമാറാവട്ടെ. നമ്മളോട് നല്ല സ്നേഹമുള്ള മക്കൾ അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളുടെ മാതാപിതാക്കളിലൊക്കെ ദീർഘായുസ്സ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.